അവർക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പം ഞാനത് കുട്ടികൾക്ക് ആദ്യത്തെ ബേസിക് അതിനുവേണ്ടി രക്ഷകർത്താക്കളിലേക്ക് സ്വാധീനിച്ചതിന് ശേഷം അവരുടെ ബേസിക് ക്ലാസ് ആദ്യം ഒരു സിൽവർ ലെവൽ സെറ്റ് ചെയ്യുക. സിൽവർ ലെവലിൽ നിന്ന് ഗോൾഡൻ ലെവലിലേക്കും ഗോൾഡൻ ലെവലിൽ നിന്ന് ഡയമണ്ട് ലെവലിലേക്കൊക്കെ ഞാൻ ഫുൾ പ്ലാൻ ചെയ്ത് മെമ്മറി കാസ്കറ്റ് മാത്സ് മാജിക് എന്ന് പറഞ്ഞ് ചെയ്തു. പഴയതുപോലെ തന്നെ എൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടെങ്കിലും നമ്മളിൽ പരിചയമുള്ള അല്ലെങ്കിൽ നമ്മളിൽ പ്രത്യേക അന്നൊരു 5000 ഫോളോവേഴ്സൊക്കെ ഉള്ളൂ. അവർ അല്ലാതെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നതല്ലാതെ പുറത്തുനിന്ന് വന്നില്ല. ഞാനിത് മാക്സിമം നോക്കി. അതും പുറത്തുനിന്ന് വന്ന കുറച്ച് പേരായാലും ശരി തന്നെ കുട്ടികളെ ഓൺലൈൻ ക്ലാസ് നടത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ അവർ കോഴ്സിലേക്ക് ചേർത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ വളരെ അതായത് മാസം 500 രൂപ എന്ന രീതിയിലാണ് അന്ന് ക്ലാസ് ചെയ്തത്. അപ്പോൾ തന്നവർ തന്നു, ഇന്നത്തൊരില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് പുതിയ ബാച്ചുകാരുടെ അടുത്താണ് പറയുന്നത്. ബാക്കിയുള്ള നമ്മുടെ പഴയ ബാച്ചുകാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുതിയ ബാച്ചുകാർക്ക് അത് ആ ഒരു ധാരണ വേണം അതിനോട്ട് പറയാൻ. പക്ഷെ അതുവരെയും ഇപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു പഠന ഭാഗമാക്കുക എന്നുള്ളതല്ല, പഠിപ്പിക്കുക എന്നുള്ളതല്ല. എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ഒരു മനസ്സിൻ്റെ പഠനത്തിന് വേണ്ടിയും കോസ്മിക് തത്വങ്ങളും ഒക്കെ കുറേ കാലങ്ങളായിട്ടുള്ള അറിവ്, അതെൻ്റെ പേഴ്സണൽ അറിവുകളല്ലാതെ ഒരു രീതിയിലും എനിക്കതൊരു ഓൺലൈൻ കോഴ്സ് ഇത് ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ച ആളെയല്ല. ഒരു ദിവസം അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ ഇത് വെച്ചിട്ട് അതങ്ങോട്ട് റണ്ണിങ് ആവാതെ വന്നപ്പോൾ ഒരു ദിവസം ഞാനുമായി ബന്ധപ്പെട്ട 2-3 പേരിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ നേരത്തെ അവർ നമ്മളുടെ ഇവിടെ വരുമായിരുന്നു. നമ്മൾ മിഷൻ 21 എന്ന് പറഞ്ഞിട്ട് 21 ദിവസമൊക്കെ നമ്മളുടെ മേലൊരു കാവുണ്ട്. അപ്പോൾ ആ കാവിലിരുന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. 21 ദിവസം ഫുൾ ഒക്കെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു പല സ്ഥലത്തായതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് മൊബൈലിലും അവർ പറഞ്ഞ് മാഷേ നമുക്ക് അതിൻ്റെ ബാക്കി കേൾക്കാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാം, മൊബൈലിൽ നമുക്കതൊന്ന് ഒന്ന് പറഞ്ഞുതരുമോ, ഒന്ന് പറയുമോ എന്ന് ചോദിച്ച് അങ്ങനെ അവർക്ക് വേണ്ടി മൊബൈലിൽ ഞാൻ ഡിസൈൻ ചെയ്തതാണ്. മൊബൈലിൽ അവർക്ക് വേണ്ടി അപ്പോൾ പറ്റുന്ന രീതിയിൽ എടുത്ത് ഇങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കി അവരുടെ അടുത്ത് പറഞ്ഞു. കുറേ നാളുകളാകുമ്പോഴെന്നുള്ളത് നമ്മൾ കമ്പനിയുടെ പുറത്തും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ദിവസം വന്ന് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കോഴ്സ് ചെയ്യുന്ന ഒരു മാസ്റ്ററായിട്ട് ഞാൻ ഇരിക്കുന്നു. ഞാൻ കുറച്ചൊന്ന് ചെറിയൊരു ടയേർഡാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഒരു ഇതുണ്ട്, വേറെ ഇച്ചിരി മാനസികപരമായി ചെറിയൊരു എററുണ്ട് എനിക്കിന്ന്. എററല്ല, ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പറയണം. അപ്പോൾ ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല എന്ത് ചെയ്യുന്ന നമ്മളെത്തുക കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഓരോരുത്തരും കേൾക്കണം. ഹലോ, ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? ഹലീൽ സാറേ, ഡോക്ടർ ഹലീൽ സാർ. ഓക്കെ കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പോൾ ഞാനിതെന്ത് ചെയ്താണ്, അത് ഈ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു. അങ്ങനെ ക്ലാസ് എടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ റേഞ്ചിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കൂടുതൽ കേൾക്കണമെന്നുള്ളവരടുത്ത് വിളിക്കുന്നു. അവർ വരുന്നു. അപ്പോൾ ഒരു 2 പേര് 3 പേര് 4 പേര്. ഞാൻ ഒരിക്കലും ഇതൊരു പൈസ എന്നൊരു സംഭവത്തിലല്ല അന്ന് അവർക്ക് വേണ്ടി ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് അവരെന്ന് രക്ഷകർത്താക്കളെന്ന് അന്ന് 50 രൂപ എനിക്ക് ഈ ഓൺലൈൻ കോഴ്സായിട്ട് വരുമ്പോഴത്തേക്ക് 50 രൂപ വന്നു. അത് 50 രൂപ പലരും തന്നിട്ടുമില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല. അന്നൊക്കെ ഞാൻ വളരെ 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 സാമ്പത്തികപരമായിട്ടുള്ള
പ്രശ്നത്തിനകത്തായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിത് നമ്മളെ റേഞ്ചിലുള്ള കമ്പനിക്കാരുടെ കുഴപ്പമാണ്. നമ്മളെ വിഷ്ണു രാംദാസ്, നമ്മുടെ ആദ്യത്തെ ഇന്നലെ പണം വന്ന വഴി എന്ന് പറയുന്ന നമ്മളിതിലുണ്ട്, ഫിലിമിൽ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ട്. അവർ വേറെ ഫിലിമിൻ്റെ വേറെ ഗ്രൂപ്പൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതിലാണ് പുള്ളി തിരക്കാണ്. അപ്പോൾ പുള്ളിയാണ് എന്നെ ഒരു ദിവസം, അപ്പം നമ്മൾ ഇതിനകത്ത് ഫിലിമിൻ്റെ കഥ പറയുമായിരുന്നു. ഞാനും പുള്ളിയും തമ്മിലുള്ള ഫിലിമിൻ്റെ കഥ പറയാനാണ് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത്. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞ്, അണ്ണാ നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കഥ പറഞ്ഞ് ഇതാക്കല്ല, ക്ലാസ്സാണിത്, ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ്. അത് തൽക്കാലം നിങ്ങൾ പുതിയ ബാച്ചുകാരെന്ന് കേൾക്കണം. അപ്പോൾ എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യണം. വിഷ്ണു എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഇങ്ങനെയാണ്, നിങ്ങൾ വരണം, അണ്ണനെ വെച്ചിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട് നമുക്കെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ പോഡ്കാസ്റ്റിൻ്റെ ആ സീറ്റും കാര്യങ്ങളും അവിടെ ഇരിക്കുന്ന ആ മൈക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം കൂടെ എനിക്ക് ഇട്ട് തന്നു. സത്യത്തിൽ എനിക്ക് സംസാരിക്കുന്നതിന് നേരത്തെയും പേടിയുള്ള ഒരാളല്ല, പേടിയില്ല, അതൊക്കെ മാറിയ ഒരാളാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിന് പേടിയുള്ള ഒരാളല്ല. പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് പോയി ഇരുന്നിട്ടില്ല. വിഷ്ണു തന്ത്രപൂർവ്വം തന്നെ എന്ത് ചെയ്തു, അതങ്ങ് ബുക്ക് ചെയ്തു. എന്നെ വിളിച്ചിട്ട് കിട്ടാവുന്നപ്പോൾ തന്നെ പുള്ളി ബുക്ക് ചെയ്തു. അപ്പം ഞാൻ എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാണ്, ഇതാ നാളെ പോഡ്കാസ്റ്റാണ്, നിങ്ങൾ വരണം. അപ്പോൾ വിഷ്ണുവിനൊക്കെ എന്നെ അവർ വളരെ വലിയ വിശ്വാസമാണ്. ഞാൻ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഫിലിം ഏരിയയിൽ നിൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും, എന്തെങ്കിലും അവിടുത്തെ ഷൂട്ടിംഗ് സൈറ്റിലുള്ള ലൊക്കേഷനിലുള്ള എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കുകയും ഞാനാണ് വിഷ്ണുവിനോട് പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ വിഷ്ണുവിന് അറിയാം എൻ്റെ മൈൻഡ്. പക്ഷേ ഇങ്ങനൊരു സ്ഥലത്ത് ഇരിക്കാനുള്ളൊരു പ്രശ്നം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ബുക്ക് ചെയ്തു, തലേക്കും ദിവസം വിളിച്ചു പറയുന്നു, പിറ്റേന്ന് രാവിലെ പോകണം. ഞാൻ ആദ്യം വിചാരിച്ചത് നാളെ വിഷ്ണു വിളിക്കുമ്പോൾ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്തേനോ. അപ്പോൾ വിഷ്ണു മലപ്പുറത്തുനിന്ന് വേറെ 1-2 ഫിലിമിൻ്റെ ആൾക്കാർ വരും, ഓഫ് ചെയ്താലോ, ഇതാണ് ഞാൻ ചിന്തിച്ചത്. എനിക്ക് ഉറക്കമില്ല, പിറ്റേന്ന് നേരം വിളിപ്പിക്കണം. എന്താണ് എൻ്റെ അടുത്ത ഓപ്ഷൻ? എന്നെ ഫുൾ പിടിച്ചു മുറുക്കി, നിന്നെ കൊണ്ട് പറ്റൂല, നിനക്ക് സംസാരിക്കാനും നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ നീ ഒരു കാരണവശാലും പോകരുത് എന്നൊക്കെ എൻ്റെ ബ്രെയിൻ ഇങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഒരുപാട് നാളൊന്നും അല്ല, ഈ അടുത്ത നാളാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത്, ഇതാ നമ്മളെ ന്യൂറോണിൻ്റെ ഒരിതാ. പണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പഴയ അനുഭവങ്ങൾ, നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ രണ്ടുപേരും നടന്നു പോവുകയാണ്. ഞാൻ ഇതെല്ലാം ഇപ്പം എൻ്റെ കാര്യമെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കപ്പെടുന്ന നമ്മുടെ പ്രൊഫഷണലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ലൈഫിൻ്റെ സാഹചര്യങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളിൽ അത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പോയിന്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം ജസ്റ്റ് ഞാനൊരു ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊളിച്ചു കളയാനും കൂടിയാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന് മുന്നേ ഒരു 10-15 വർഷത്തിന് മുമ്പുള്ള ഒരു ഡേറ്റാസ് അന്ന് രാത്രി എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ രണ്ടുപേര് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച്, അന്ന് കൂടുതൽ നടത്താണല്ലോ, നമ്മളെ കുട്ടിക്കാലത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, 10-12 അല്ല, അതിന് മുമ്പുള്ളൊരു കാര്യമാണ്. ഒരു സ്ഥലത്തൂടെ നടന്നു പോയി ഒരു തിരക്കുള്ള ഒരു ബസ് കാത്തിരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കടയുടെ ആ കടയിൽ കട തുറന്നിട്ടുണ്ട്. പക്ഷെ ആ സൈഡിൽ ഇരുന്നാൽ പോലും, കാല് കിടച്ച് സൈഡിൽ ഇരുന്നാൽ പോലും എന്ത് ചെയ്യും, അല്ല ഇരിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, നീണ്ട ഇതാണ്. അപ്പോൾ ആ കടയുടെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ വന്ന പുള്ളി അങ്ങ് ഇരുന്നു. എനിക്കാണെങ്കിൽ കാല് കഴിക്കുന്നത്. എന്നിട്ട് ആ പുള്ളി പറഞ്ഞ ഇരില്ലാന്ന് പറഞ്ഞു. ഈ ഡേറ്റാസ് നോക്കിയുള്ളൂ, ഇത് എത്ര വർഷത്തിന് മുമ്പ് കിടന്ന കേസാണെന്ന് നോക്കിയോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അല്ല അവരെന്തെങ്കിലും പറയുന്നത് എനിക്കെല്ലാം പറഞ്ഞ മോശമല്ലേ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ.
എണീക്കാൻ എണീക്കാൻ പറഞ്ഞാൽ മോശമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ എണീക്കാൻ പറയുന്നത് വരെ ഇരുന്നുള്ളേ. നമ്മളെന്തായാലും കാല് ക്ഷീണിച്ചു വന്നതാണ്. അവരെണീക്കാൻ പറയുന്നത് വരെ ഇരുന്നൂടെ. ഇത് ഈ കഥ സത്യത്തിൽ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ കഥയാണ്. എനിക്ക് ബാക്കിയുള്ളവരെ അവരെന്തെങ്കിലും പറയുമ്പോൾ ബുദ്ധിമുട്ടിക്കണം അല്ല, അങ്ങനെ എപ്പോഴും നോക്കും. നമ്മൾ കൂട്ടത്തിൽ പോയാലും ആരെങ്കിലും കൂട്ടുകാരന്മാരായാലും ആരെങ്കിലും മറ്റുള്ളവരുടെ പരിധിക്ക് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അവരും എന്തെങ്കിലും പറയൂടാ, ഇങ്ങനെ പിടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ എണീക്കാൻ പറയുന്നവരെ ഇരുന്നൂടെ. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയാണല്ലോ. അപ്പോഴത്തേക്കും ഏകദേശം നമ്മളെ നടുവിൻ്റെ കടപ്പൊക്കെ മാറുമല്ലോ. പിന്നെ എണീച്ച് പോടാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നല്ല രീതിയിൽ നടക്കാമല്ലോ, അല്ലെങ്കിൽ ബസ്സുകാർക്ക് പിന്നെ എണീച്ച് നിൽക്കാമല്ലോ. ഇത് അന്നത്തെ പോഡ്കാസ്റ്റ് രാത്രി ഞാൻ ഇത് ലാസ്റ്റ് എനിക്ക് പോണില്ലെന്ന്. കാരണം അവിടെ ചെന്നാൽ ജിഷ്ണു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തായിരിക്കും ഞാൻ ഉത്തരം പറയുക. ആ ചോദ്യം നമ്മൾ പ്ലാനും അല്ല, ആത്മീയതയും ഭൗതികതയാണെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ അന്നത്തെ രാത്രി എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ, ഈ സീൻ ഞാൻ അന്ന് രാത്രി രണ്ടും കെട്ടൊരവസ്ഥയിൽ, അതൊരു രണ്ടും കെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥി ഉരുകുന്നൊരു ഫീലുണ്ട്. ആ ഫീലിൽ നിൽക്കണം. ആ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഈ അന്നത്തെ ആ കടത്തിണ്ണയിലിരിക്കുന്ന ആ സിറ്റുവേഷനാണ് ബ്രെയിൻ പെട്ടെന്ന് പോയി കണക്ട് ചെയ്തത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇത് പറയുന്നത് വെറും ഈ 4-5 മാസത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ സംഭവം പറയുന്നത്. ഈ പോഡ്കാസ്റ്റിൻ്റെ പറയുന്നത് ജനുവരിയിലാണ്, ജനുവരി 1, ജനുവരി 8-നാണ് ഞാൻ ഈ പറയുന്ന കഥാപാത്രം. അത് പണ്ടത്തെ ഒരു കഥ കയറി കണക്ട് ചെയ്തു ബ്രെയിൻ. അപ്പോഴും ഞാൻ മനസ്സിലാക്കി തരുമോ, എന്തായാലും ആ സീറ്റിൽ പോയി ഇരിക്കാം. എന്തായാലും വിഷ്ണു ഉണ്ട്, ബാക്കിയുള്ളവർ അവരസറ്റിലായാലും ഒരു പക്ഷെ അവിടെ ചെന്നിരുന്നതിന് ശേഷം ഇരുന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ ലാസ്റ്റ് എന്തിനാ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇരുത്തിയെന്ന് പറഞ്ഞ് ചിലപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞാലും ആ സീറ്റിലൊന്ന് ഇരിക്കാമല്ലോ. മനസ്സിലായില്ലേ? ആ സീറ്റിലൊന്ന് ഇരിക്കാമല്ലോ. അവിടെ ചെന്നിട്ട് പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാനും ബോസാറുകൂടെ എന്ത് ചെയ്യണം, ബോസാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ബോസാറും ഞാനിവിടെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് സ്റ്റുഡിയോ എൻ്റെ ലൈഫിൽ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ അവിടെ ചെന്നു, വിഷ്ണു അവിടെ ചെന്നിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. വിഷ്ണു താമസിച്ചാണ് വന്നുടനെ എല്ലാവരും നമ്മൾ ബുക്ക് ചെയ്തിരിക്കില്ല. അപ്പോൾ അവർക്ക് നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അടുത്ത പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ സമയം വന്നെങ്കിൽ ഇരുന്നു. അവിടെ വന്നിരുന്ന് വിഷ്ണു എന്തോ ചോദിച്ചു. എന്തൊക്കെയോ വിഷ്ണു ചോദിച്ച് ഞാൻ എന്തൊക്കെയോ അവിടെ ചെന്നിരുന്ന് 2 തവണ ഞാൻ വെള്ളം വേണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് അവിടെ ഒരു മണിക്കൂറെങ്കിലും മുമ്പേ നമുക്കിരുന്ന് സംസാരിക്കാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇതിലുണ്ടാന്ന് അറിയില്ല. 1 മണിക്കൂർ മുമ്പ് വരണം നമുക്ക് അവിടെ നിന്ന് ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ വരാമെന്ന് പറഞ്ഞിട്ട് സാധ്യതയുള്ള സമയവും കിട്ടിയില്ല. വന്നോണ്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. ഞാൻ എന്താണ് പറഞ്ഞത് സത്യത്തിൽ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ എനിക്ക് അറിഞ്ഞൂടെ. മനസ്സിലായില്ലേ? ഞാനിത് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്, വിഷ്ണു ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എന്താണ് ഉത്തരം പറഞ്ഞത് ഞാൻ ബോസാനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞു മാക്സിമം സുഭാഷ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് വിഷ്ണു വളരെ ഭംഗിയായി എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വിഷ്ണു എന്ത് ചെയ്തു, അത് പോഡ്കാസ്റ്റ് ചെയ്തു. ആ പോഡ്കാസ്റ്റ് കണ്ടിട്ടാണ് ഇതിലെ അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ചെയ്ത് നിർത്തിയിരുന്നത് 5 ഗ്രൂപ്പ് വരെയാണ്. 6ാമത്തെ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മളുടെ ഇപ്പോൾ ഇതിലുള്ള ബാച്ചുകാർ ആദ്യത്തെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ റേഞ്ചിനകത്തുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് 5 ചെയ്തത്. 6ാമത്താണ് അവരിപ്പോൾ ഇതിനകത്ത് ഉണ്ട്. അത് ആദ്യത്തെ പോഡ്കാസ്റ്റ് കണ്ടിട്ടാണ് പിന്നെ എനിക്ക് പലതരത്തിൽ നിന്നും വിളി വരുന്നു. മാക്സിമം വിഷ്ണു അത് എഡിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളതായി പുറത്തുനിന്ന് ആൾക്കാർ കേൾക്കാൻ വന്നപ്പോഴത്തേക്ക് മറ്റേ നമ്മളെ കമ്പനിക്കാരുടെ അടുത്ത് പറയണക്കല്ല, ഞാൻ പറയുന്നത് അവർക്കത് ഫീൽ ചെയ്യുന്നു, വാവ് സൂപ്പർ സാർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ക്യാമറ ഓഫാക്കിയിട്ട് അടിപൊളി സാറ്, എങ്ങനെ സാറേ ഇതൊക്കെ ചിന്തിക്കുന്നതിനുമ്പോഴത്തേക്ക് ഞാൻ
ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ അവർ പറയണ മനസ്സിലായത്. അങ്ങനെ ഇപ്പോൾ ഈ പുതിയ ബാച്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ, അതിനുശേഷം ആദ്യത്തെ വിഷ്ണുവിൻ്റെ പോഡ്കാസ്റ്റിൽ 5 ചെയ്തു, 6 ചെയ്തു, 7 ചെയ്തു, 8 ചെയ്തു. അതിനുശേഷമാണ് 9 ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഈ ABC വിളിക്കുന്നു. ഇവിടെ എനിക്ക് അന്ന് വിഷ്ണുവിൻ്റെ കാര്യത്തിലുള്ള ഒരു ദേഷ്യമുണ്ട്. ദേഷ്യം മീൻസ് വിഷമം. എന്തൊക്കെ എനിക്ക് പറയാനുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വിഷ്ണു ആ സമയത്ത് 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ വന്ന് എനിക്ക് കാര്യം ഒരു ധാരണ വന്നില്ല. അതുകൊണ്ട് പക്ഷെ ആ വീഡിയോ ഇറങ്ങുന്നത് വരെയും എനിക്ക് വിഷ്ണുവിനോട് ദേഷ്യമുണ്ട്. ദേഷ്യം വെച്ചാൽ ഒരു വിഷമമുണ്ട്. കാരണം എനിക്കത് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു തയ്യാറെടുക്കാൻ, വിഷയം എങ്ങനെയാണ്, ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ വിഷ്ണു ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് കാണാം. ചെറിയ ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് അങ്ങ് ചോദിച്ചതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ABC എന്തെങ്കിലും വിഷയം തരണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. അന്ന് ആ സമയത്ത് എനിക്കുണ്ടായ ടൈറ്റ് സത്യത്തിൽ ഇന്ന് രണ്ടാമത് അവർ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പോയി പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ ചോദിച്ച വിഷയം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോഴത്തേക്കാണ് പറയണോ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. വേണ്ട, എൻ്റെ റേറ്റിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചോദിക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു മാഷിനോട് എന്ത് ചോദിച്ചാലും മാഷ് പറയുമല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതൊരു ധൈര്യം വരുന്നു. അത് ഒരു സമയത്ത് അന്നത്തെ ദിവസം ഞാൻ ഏറ്റെടുത്ത ഇത് ABCയിൽ പോയിട്ടൊന്നും എനിക്ക് എന്തോ ഇല്ല, ഇത് തോന്നിയില്ല. പക്ഷേ ABC അങ്ങനെ ഒരു ഞാനും വിഷ്ണുവും കമ്പനിയാണ്. ABCയിൽ പോയി അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അത് ഫസ്റ്റാണ്. കാരണം ABC നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്, ABCയുടെ പ്രോഗ്രാമുകൾ ഇതിനകത്ത് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്കകത്ത് സത്യത്തിൽ അവിടെയും ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് വെച്ചാൽ നിലവിളിക്കുന്ന പോലെ എന്തോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഈ ബാച്ചാണ് സത്യത്തിൽ പറഞ്ഞാൽ വലിയ ബാച്ച്. ഈ 10ാമത്തെ ബാച്ചാണ്. മറ്റേത് ആദ്യത്തിൽ ഒരു 30ഓളം ബാച്ചുണ്ടായിരുന്നു, 5ാമത്തിൽ 30ഓളം ബാച്ചുണ്ടായിരുന്നു, പിന്നെ ഒരു 5 പേര്, 8 പേര്, 10 പേര് എന്നൊക്കെ വരുന്നതിൽ ഇതാണ് സത്യത്തിൽ ഇത്രയും വലിയൊരു ബാച്ചായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. ഒരിക്കലും അതിനേക്കാൾ ഇതിൽ വരുന്നതിനേക്കാൾ 100 കണക്കിന് ആൾക്കാർ വിളിച്ച് അവരുടെ മക്കളുടെ പ്രശ്നം, അതേപോലെ പലരുടെയും പ്രശ്നങ്ങൾ പറയുന്നു. ഞാൻ അങ്ങോട്ട് മറുപടി പറയുന്നു, അവർക്ക് നല്ല റിസൾട്ട് എന്ന് പറയുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോഴും പഴയ മറ്റു ബാച്ചോട് സംസാരിക്കുമ്പോഴും നല്ല റിസൾട്ട് എന്ന് പറയുന്നു. ശരിക്ക് ചില സമയത്ത് എൻ്റെ മനസ്സ് പയർ പ്ലെയിനാണ്. എനിക്ക് ഒന്നും അറിയില്ല ഞാൻ എന്താണ് വിഷയത്തെ, ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അല്ലാതില്ല. അപ്പം ഞാനിത് ഈ കാര്യം പറഞ്ഞു തരുന്നത് നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും ബാച്ചിന് അറിയാം എൻ്റെ ഈ ഇപ്പോൾ ഇവിടെ എത്തി. പക്ഷെ നിങ്ങൾക്കിത് ഫസ്റ്റാണ്. നിങ്ങളൊരു വലിയ സംഭവം ഒന്നും പറയാൻ വന്നത് അവർക്കറിയാം ഞാൻ ഒരു ചെറിയ സംഭവമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും പേരെ 1/3 ഭാഗം നമ്മൾ പഴയ ബാച്ചുകാർ കാണും, അത്രേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞാൻ എന്തോ ഇപ്പോൾ ഇന്നലെ കൽപ്പന ടീച്ചറൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ അവരുടെ സൈക്കോളജിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ പറയുകയും അതിനപ്പുറം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലേ, നമ്മളെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും എന്തായാലും ഇതിനകത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് രക്ഷപ്പെട്ടോളണേ, ഇറങ്ങിക്കൊള്ളണേ. സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടാ, വേറെ ഒന്നാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യമാണ്, ഒന്നുമില്ല. ഞാനിതിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും പല പുസ്തകങ്ങളിൽ നിന്നിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാനത് എൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റേതായിട്ടുള്ള ഒരു സംഭാവന ഈ കോഴ്സിലില്ല. അപ്പോൾ അത് തീർച്ചയായും, പക്ഷേ അത് ഞാൻ എൻ്റേതായ ശൈലിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് സാഹചര്യത്തിൽ കയറി വരാൻ പറ്റുമെന്നുള്ളത് ഞാൻ തന്നെയാണ് തെളിവ്. അവിടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കാന്തിക തത്വത്തിനകത്ത് വികർഷണം ഉണ്ടായിരുന്നെങ്കിൽ, മാറ്റം വന്നിരുന്നെങ്കിൽ, ഒരു പക്ഷേ അത് തിരുത്താൻ തയ്യാറല്ലായിരുന്നെങ്കിൽ
നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് എന്നെ ചിലർ ഗുരുവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അതിനെ എതിർക്കാനും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. പക്ഷെ പ്രപഞ്ചവും പ്രകൃതിയും ആയിട്ട് വളരെയധികം ആഴത്തിലുള്ള ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ പ്രകൃതി എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമേ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ. സത്യമാണ് പറഞ്ഞു. എൻ്റെ നല്ല പ്രായത്തിലും ചില സിറ്റുവേഷനിൽ, അതായത് ഞാൻ ഈ പഠനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കളക്ഷൻ കുറേ ഉണ്ട്. അപ്പോൾ ഈ അന്വേഷണം കുറേ ഉണ്ട്. ഈ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ പോയി ഒന്നും അല്ലാതായി വീണ്ടും തിരിച്ചു വന്ന് വൈഫിന് മാനസികപരമായ വിഷയം വരുന്നു. കാരണം ഇവിടെ വന്ന് വീണ്ടും എന്നിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു കവറിനകത്ത് ഒരു തുണി എടുത്തിട്ട് പണി ഡ്രസ്സും ഇട്ട് പോകുന്ന നമ്മളെ വലിയ ഒരു സമൂഹത്തിനകത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ വീട്ടിലെ കാര്യവും നോക്കാതെ മോളെ കാര്യവും നോക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അവർക്ക് മാനസികപരമായി വിഷമം വരുന്നു, സാധാരണയുള്ള ബുദ്ധിമുട്ട് വരുന്നു, പട്ടിണി വരുന്നു. എന്നാലും ഞാനിത് ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ചില സമയത്ത് നല്ല രീതിയിൽ വിശന്ന് വീട്ടിൻ്റെയൊക്കെ അവസ്ഥ വരമ്പെന്ന ഒരു സമയത്ത് മാത്രമായിരിക്കും ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ ഇരിക്കും ഭൂമി സത്യം. ഈ ഭൂമി സത്യം എനിക്ക് ഭയങ്കര സാധനമാണ്. ഇത് നമ്മളെ നാട്ടും ഇതിൽ ഞാൻ എൻ്റെ ഒരു ആണയിടൽ അതാണ്. ഇരിക്കും ഭൂമി സത്യമായിട്ട്. മനസ്സിലായില്ലേ? ഇരിക്കും ഭൂമി സത്യമായിട്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രവർത്തിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ട് എത്തിക്കും എന്ന് ഞാൻ പറയുന്നതിൻ്റെ പിന്നിലുള്ളത്. എനിക്ക് പഠിച്ചെടുക്കണമെന്നുള്ള കാര്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് പഠിച്ചെടുത്താലോ, ഇതെനിക്ക് പഠിച്ചെടുത്താലോ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് അടുത്ത പ്രവർത്തനം പ്രപഞ്ചം കരുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നിങ്ങൾ പറയുന്ന ഈ സുഭാഷ് സുകുമാർ ഈച്ചർ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും സന്തോഷം. ഇത് ഞാൻ തുടങ്ങിയില്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഞാൻ വലിയൊരു മാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തുടങ്ങേണ്ടി വരും. അതൊന്നുമല്ല, 000. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. നമ്മളുടെ കോഴ്സ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് 3-4 ദിവസത്തെ നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് നമുക്ക് ഇവിടെ നിങ്ങൾ ലൈവിൽ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ് മിസ്സിങ് ആയിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊണ്ടുതരും. അതുകൊണ്ട് കൃത്യമായിട്ട് അത് കേൾക്കുക. ഈ കോഴ്സിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, എനിക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന 4ാമത്തെ ചന്ദ്രവട്ടം. 1ാമത്തെ ചന്ദ്രവട്ടത്തിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് വേറെ ലെവലിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം. മനസ്സിലായി? അപ്പോൾ 2ാമത്തെ ലെവല് ചന്ദ്രവട്ടം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ അടുത്ത 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു ബാച്ചിലൂടെ കൂട്ടിയിട്ട് ഞാനത് ചെയ്യുള്ളൂ. അത് നമ്മുടെ ഈ ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ 3ാമത്തെയും 4ാമത്തെയും ചന്ദ്രവട്ടമായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ചന്ദ്രവട്ടം മാക്സിമം നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കിട്ടാത്ത, നിങ്ങളെ കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മളുടെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ചന്ദ്രവട്ടത്തിലുണ്ട്. അത് അഴുക്കാണെന്നോ, ഞാൻ എന്തുകൊണ്ടാണ് ടീച്ചർ നമ്മളെ മാഷ് എന്ന് ഞാൻ സംബോധന ചെയ്യുന്നത്, ഈ 1ാമത്തെ ചന്ദ്രവട്ടത്തിലാണ് ആ വാക്കുള്ളത്. 2ാമത്തെ ചന്ദ്രവട്ടത്തിൽ വേറെയാണ് നമ്മൾ വിളിക്കുക. അത് അവിടെ എത്തുമ്പോൾ നമുക്കറിയാം. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഒരു ടീച്ചറിൻ്റെ ജോലി, ഒരു മാഷിൻ്റെ ജോലി എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, നമ്മളെല്ലാവരും വിവിധ മതങ്ങളിൽ നിന്ന്, വിവിധ ആശയങ്ങളിൽ നിന്ന്, വിവിധ ദർശനങ്ങളിൽ നിന്ന് ഒക്കെ വന്നവരാണ്. നമ്മളെല്ലാവരുടെയും വിശ്വാസം എല്ലാം തന്നെ നിങ്ങളോട് സൂക്ഷിച്ച് തന്നെ വെച്ചേക്കുക.
പക്ഷേ ഇത് നമ്മൾ മനസ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ദർശനങ്ങളിലേക്ക് പോകും. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദർശനങ്ങളെ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. ആരെങ്കിലും മനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തെ വിചാരിച്ചോ, ഇതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ സംസാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ദർശനങ്ങളെ കുറിച്ചോ പറയുമ്പോൾ ഇതിനകത്ത് നിരവധി മതപരമായിട്ടും അവരവരുടെ സംസ്കാരപരമായിട്ടും എല്ലാത്തിനും ഫിലോസഫികളുണ്ട്. കാരണം ഓരോ രാജ്യത്തും ഉണ്ടായ ഫിലോസഫികളാണിത്. ഇത് ഒരു സ്ഥലത്തുണ്ടായതല്ല. ഇന്നിപ്പോൾ ഇവിടെ കിടന്ന് അടി കൂടണമെങ്കിലും ഈ ഫിലോസഫികളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് രൂപപ്പെട്ട ഫിലോസഫികളാണ്. അന്നന്ന് അവിടെ ഉള്ള ജനങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി തയ്യാറാക്കിപ്പെട്ട ഫിലോസഫികളാണ് പിന്നെ മതങ്ങൾ ആ മത വ്യാപനത്തോടുകൂടി എല്ലാ സ്ഥലത്തും എത്തിയത്. ഈ ഫിലോസഫി രൂപപ്പെടുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായതല്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഈ മനസ്സുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്ന കാര്യം വെച്ചാൽ ലോജിക്കലി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഉപയോഗം വരണം, നാളെ നമുക്ക് എന്തെങ്കിലും ഉപയോഗം വരണം. അതാണ്. അല്ലാതെ എല്ലാവർക്കും അവരവരുടെ ആത്മീയ അന്വേഷണമുണ്ട്. പക്ഷെ അത്തരം ഒരു സാധനങ്ങളെ നമ്മൾ ഇതിലിങ്ങനെയല്ലേ പറയുന്നത്, അതിലിങ്ങനെയല്ല എന്ന് പറയുന്നത് ഒരു മതപരമായ ഒരു മനസ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും വിഷയമാണെങ്കിൽ കുഴപ്പമില്ല, മനസ്സ് കൈകാര്യം ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സ്, തലച്ചോറ് ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും പ്രപഞ്ചത്തിൻ്റെ ശക്തി എങ്ങനെയാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഞാൻ പറയാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കുറച്ച് അധികം എഴുതുന്ന ഒരാളായിരുന്നു, പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അന്നത്തെ എൻ്റെ തൂലിക നാമം കുബൈറ എന്നാണ്. മനസ്സിലായി? തൂലിക നാമം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത പേരാണ് കുബൈറ. കുബൈറ എന്തെന്ന് വെച്ചാൽ ഖുർആൻ, ബൈബിൾ, രാമായണം. ഈ ബുക്കുകളല്ല, ഈ 3 ബുക്കും എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ തൂലിക നാമം കുബൈറ എന്നായിരുന്നു. എൻ്റെ പഴയ ഡയറിയിൽ മൊത്തം കിടക്കുന്നത് കുബൈറ എന്നാണ്. അന്ന് കുട്ടിക്കാലത്തെ ഡയറി എഴുതുമായിരുന്നു. ഖുർആൻ, ബൈബിൾ, രാമായണം ഏകീകൃതമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാവണം എന്നൊക്കെയുള്ള മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ തൂലിക നാമം ഇട്ടതാണ്. പിൻകാലങ്ങളിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് പിന്നീട് ഒരുപാട് ഫിലോസഫികൾ അറിയുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊന്നുമല്ല, അത് മാത്രമായിട്ട് അങ്ങനെ പോവേണ്ട കാര്യമല്ല എന്നനുസരിച്ച് പോകണം. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നതിൽ ഏകദേശമുള്ള എല്ലാ ദർശനങ്ങൾക്കകത്തുള്ള കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ആ ദർശനങ്ങളെ അവിടെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല, നമുക്ക് ആവശ്യം വന്നപ്പോൾ ഏത് ദർശനത്തിനാണോ നമുക്ക് എടുക്കാൻ, ഇവിടെ ആവശ്യത്തിന് ഏത് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ആ ദർശനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട, നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ നമ്മുടെ എല്ലാ ഉദാഹരണങ്ങളും അതീന്ദ്രിയ മനഃശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഇന്ദ്രിയ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കുറച്ച് ലോജിക് ഉണ്ടാവും. സിക്സ്ത് സെൻസിനെ കുറിച്ച്, 6ാം ഇന്ദ്രിയത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാൾ ഈ ക്ലാസ്സിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും ഓരോ രീതിയിൽ അന്വേഷിക്കുന്നവരാണ്, മനസ്സിലായില്ലേ? സിക്സ്ത് സെൻസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാവുക. എങ്കിൽ മാത്രം നമ്മൾ ഈ ഉദ്ദേശിച്ച റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ എല്ലാവരും കൃത്യമായി സൂക്ഷിക്കുക. നമ്മുടെ ലോജിക്കിനെ തകർക്കുന്ന ആശയങ്ങൾ തീർച്ചയായും കൊണ്ട് വരാതിരിക്കുക, ആലോചിക്കുക. അത് തലയിൽ വെക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, ഇതിൻ്റെ എന്തെങ്കിലും ലോജിക് കൊണ്ടോ ആശയ വിരുദ്ധത ഉണ്ടാവുമോ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞു ഞാൻ എന്നെയും നമ്മുടെ ഈ പ്രവർത്തനത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ബോറായ? ലാസ്റ്റ് പറഞ്ഞ വിഷയം ബോറായിരുന്നേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് തുടക്കം മുതൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. എപ്പോഴും അത് ഓർമ്മപ്പെടുത്തുന്നത് അത്രമാത്രം നമ്മളെ ന്യൂറോൺസിനകത്തേക്ക് അത് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്നാണ് നമ്മുടെ പ്രപഞ്ചം, നക്ഷത്ര സമൂഹങ്ങൾ, അതായത് ഗാലക്സി, ആ ഗാലക്സിയിൽ, സ്പൈറൽ ഗാലക്സിയിലെ
ഒരു സൂര്യനാണ്, ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന്റെ ചുറ്റിലും നിരവധി ഗ്രഹങ്ങൾ. ആ ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമി. ആ ഭൂമിയിലെ 7 വൻകരകൾ, അല്ലെങ്കിൽ ആ ഭൂമിയിലെ ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങളിൽ ഒന്നായ മനുഷ്യൻ. ആ മനുഷ്യനിലെ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഊർജമായിട്ടുള്ള ചിന്ത. ഇത്രയാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ ആ ചിന്തകളുടെ കൂട്ടമാണ് ആശയ രൂപീകരണം. അപ്പൊ ഇവിടെ ആശയ രൂപീകരണം നടത്തണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതിന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ടാണ്. അത് നമ്മുടെ പഴയ ബാച്ചുകാരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകും. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ നോട്ടിൽ ഇട്ട് തരാം. ഞാൻ അവിടെ ഒന്ന് പാസ്റ്റായി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അത് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് തുടങ്ങി. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഊർജത്തിന്റെ ആശയ രൂപീകരണം എന്ന് പറഞ്ഞൊരു ഏരിയ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിരുന്നോ? ഓക്കെ. അതായത് എങ്ങനെയാണോ ആശയ രൂപീകരണം, അതായത് നമ്മളെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞു വന്നത്, അതേപോലെ തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജങ്ങൾ, ആ ഊർജങ്ങളുടെ രൂപീകരണമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന എല്ലാം. ഈ കാണുന്ന എല്ലാം അത് സയൻസിൽ അറിയാവുന്നതാണ്. എന്തെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജമാണ് നമ്മുടെ ചിന്ത. ഇപ്പൊ ചിന്തയും ഊർജമാണെന്ന ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം. ഇത്രയും ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാൽ ഈ സ്കെയിൽ വെച്ച് നമുക്ക് ഈസിയായി പിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏറ്റവും സൂക്ഷ്മമായ ഊർജങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചിന്ത. അപ്പൊ മനസ്സിലാക്കാനുള്ളത്, സൂര്യനിൽ എന്തുണ്ടോ, ഈ ഗാലക്സിയിൽ എന്തുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ എന്താണോ ഉള്ളത്, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഊർജമാണ് നമ്മളുടെ ചിന്ത എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന ആത്മീയ അന്വേഷണത്തിലായാലും. സാറേ മൈക്കൊന്ന് വീട്ടിണേ ഏട്ടാ. ജോബി സാറേ മൈക്ക് മ്യൂട്ട് ചെയ്തണേ കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ആലോചിക്കണം. ഒരു ശാസ്ത്രത്തിനോ ഒരു ആത്മീയതയ്ക്കോ തള്ളിക്കളയാൻ പറ്റാത്ത ഏരിയ ആണ് ഇത്. ഓക്കെ, ഇത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ദൈവം നമ്മളിലുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളിലുണ്ട്. ഈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൈ മിസ്റ്റേക്ക്, അതല്ല ആ വാക്കല്ലേ നല്ല കുറച്ചുകൂടെ. ഓക്കെ, അപ്പൊ എന്താണോ നമുക്കുള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. എന്നാൽ ഈ എല്ലാ ഇതിലും നമ്മൾ എവിടെയും നിരത്തി വയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ? ആത്മീയതയിലായിക്കോട്ടെ ഭൗതികതയിലായിക്കോട്ടെ നിരത്തി വയ്ക്കുന്നുണ്ട്. നമ്മൾ ആത്മീയതയുടെയും ഭൗതികതയുടെയും കേന്ദ്രത്തിലൂടെ ആയിരിക്കും ഈ യാത്ര പൂർത്തിയാക്കുക. ഇതൊരൊറ്റ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ വിഷയങ്ങളാണ്. പക്ഷെ ഈ ഒരു ഫസ്റ്റ് തുടക്കം എന്ന നിലയ്ക്ക് ഊർജ തത്വം, ഊർജത്തിന്റെ തലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഊർജങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഊർജം നമ്മൾ പറയും ഏത് രീതിയിലും നമുക്ക് ഊർജത്തെ മാറ്റി തിരിച്ച് പിടിച്ച് വളർത്തി മെരുക്കി ചുരുക്കി എന്തും ചെയ്യാൻ മനുഷ്യനും പറ്റും. ഇതാണ് അതിന്റെ പ്രത്യേകതയും. അത് എവിടെ നിന്നുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജമായിട്ടുള്ള നമ്മളുടെ ചിന്തകളിൽ വരുന്ന ആ ഊർജത്തെ എത്രമാത്രം വ്യാപിപ്പിക്കാൻ പറ്റുമോ, എത്രമാത്രം ഐഡിയാസ് വരുത്താൻ പറ്റുമോ, ആ ആശയത്തിൽ ചിന്തകളിൽ നിന്നുണ്ടാവുന്ന ചെറിയ ഊർജമായ എത്രമാത്രം അതിനെ രൂപപ്പെടുത്താൻ പറ്റുമോ, അതേപോലെ ഭൗതിക തലത്തിലെ വസ്തുക്കൾക്കും മാറ്റം വരുത്തും. എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നു
എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പേഴ്സ് ഇവിടെ നിന്ന് ചലിക്കണം എന്ന സൂക്ഷ്മ ചിന്ത ഉണ്ടാവണം. പേഴ്സ് കണ്ടു, ഈ ചലിക്കണമെന്ന ചിന്തയായിട്ടുള്ള ഊർജം ആ ചലിപ്പിക്കണം. അപ്പൊ ചലിപ്പിക്കണമെങ്കിൽ എങ്ങോട്ട് എടുക്കണം? എടുത്ത് പോക്കറ്റിൽ വെക്കണം. ഇതൊരു ആശയ രൂപീകരണമാണ്. പേഴ്സ് കണ്ടു, പേഴ്സ് ഇവിടെ ഇരിക്കല്ലേ, ഈ പേഴ്സ് എടുത്ത് പോക്കറ്റിൽ വെക്കാം, അപ്പുറത്ത് വെക്കാം, എവിടെ വെക്കാം. അപ്പൊ എവിടെ എന്ത് ചെയ്യണമെന്ന ഒരു ആശയ രൂപീകരണമാണ് നടക്കുന്നത്. ഓക്കെ, കണക്റ്റ് ആവുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ് എപ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ പേഴ്സ് കണ്ടു, അത് എൻ്റെ പേഴ്സാണ് എന്ന ആദ്യത്തെ ചിന്തയും ആ ചിന്തകളിൽ നിന്ന് ആശയം അതെടുത്ത് പോക്കറ്റിലേക്ക് വെക്കാം എന്ന് പറയാൻ ആ ചിന്തയെ ഒരു ആശയ രൂപീകരണം നടത്തി ആ ആശയ രൂപീകരണത്തെ ബ്രെയിനിലേക്ക്, ന്യൂറോണിലേക്ക് എന്താണ് നടക്കണം. അപ്പൊ ന്യൂറോണിലേക്ക് നടക്കുമ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ നമ്മൾ രണ്ടാമത്തെ നാളത്തെ നോട്ടിൽ ന്യൂറോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവും. ന്യൂറോണിനെ കുറിച്ച് പഠിക്കാത്ത, ന്യൂറോണിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാതിരുന്നാൽ മനുഷ്യൻ വകാ ആപത്ത് മീൻസ് എന്തൊക്കെ പഠിച്ചിട്ടും ന്യൂറോണിനെ പഠിക്കുന്ന അത്രയും, ന്യൂറോണിനെ പഠിച്ചാൽ ബാക്കിയുള്ള എല്ലാ പഠനവും കുറച്ച് പഠിച്ചാൽ മതി. അതുകൊണ്ട് പറയാം, ന്യൂറോണിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചാൽ ബാക്കി എല്ലാ പഠനങ്ങളും കുറച്ച് പഠിച്ചാൽ മതി, പെട്ടെന്ന് ക്ലിക്കാവും. അപ്പൊ ഞാൻ ഈ പേഴ്സ് എടുക്കാമെന്ന് ന്യൂറോണിലേക്ക് വരുമ്പോൾ ആ ചിന്തോർജമായിട്ടുള്ള ചിന്തയുടെ ഊർജത്തെ ഒരു ന്യൂറോണിലേക്ക് എന്താണ് ഇലക്ട്രിക് ഊർജമാക്കി ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോൺ വരെ ഇലക്ട്രിക് ന്യൂറോൺസ് ആക്കിയിട്ട് ഒരു ന്യൂറോൺസിൽ നിന്ന് അടുത്ത ന്യൂറോൺസിലേക്ക് കൈമാറാം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ന്യൂറോൺസിനെ കുറിച്ച് ഏകദേശം അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ന്യൂറോൺസിനെ കുറിച്ച് ക്ലാസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് പഠിക്കണം. ഈ ആശയ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ ആശയ രൂപീകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒരു ചിന്ത ഉണ്ടാവുമ്പോൾ എത്രമാത്രം പ്രവർത്തിക്കുന്നതാണ്. അതായത് രാസോർജവും അതേപോലെ തന്നെ എന്താണ് വൈദ്യുത ഊർജവുമായിട്ട് ഓരോ ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക്, അതായത് ബ്ലഡ് ഓടുന്ന പ്രോസസ് അല്ല നമ്മളുടെ ചിന്ത ന്യൂറോണിലൂടെ ഓടുന്നത്. ഒരു ന്യൂറോണും അടുത്ത ന്യൂറോണായിട്ട് ടച്ച് ചെയ്തല്ല നിൽക്കുന്നു. മനസ്സിലായി? അപ്പൊ ഒരു ന്യൂറോണിൽ നിന്ന് ഇലക്ട്രിക്കലായിട്ട് പോയി ഊർജം അടുത്ത ന്യൂറോണിലേക്ക് രാസപ്രവർത്തനത്തിലൂടെ അടുത്ത ന്യൂറോണിലേക്ക് ഇത് കൈമാറാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് വളരെ ആഴത്തിലേക്ക് ഈ ഊർജം എന്താണ് നമ്മൾ പറഞ്ഞ ചിന്ത കൊണ്ടുണ്ടായ ഈ ഊർജം, ആ ഊർജം ഇലക്ട്രിക് ഊർജമായി, മനസ്സിലായില്ലേ, എന്താണ് കെമിക്കലായി, വീണ്ടും ഇലക്ട്രിക്കായി, കെമിക്കലായി, ഇങ്ങനെ ആയി എൻ്റെ കയ്യിൽ വന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിലൂടെ എൻ്റെ നാക്കിൽ വന്നു. ഞാൻ ഈ പേഴ്സ് എടുക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ തലച്ചോറ് 2 വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ ഈ പേഴ്സ് എടുത്തു. ആ ചിന്തയിൽ നിന്നുണ്ടാവുമ്പോഴും ഇതെങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് എൻ്റെ നാക്കിലൂടെ ശബ്ദോർജമായി നമ്മളുടെ ലാപ്ടോപ്പിന്റെ മൈക്കിലെത്തുന്നു. ആ മൈക്കിലൂടെ ഇലക്ട്രിക് ഊർജമായി നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പീക്കറിലെത്തുന്നു. ആ സ്പീക്കറിലെത്തിയ ഊർജം അവിടെ നിന്ന് ശബ്ദോർജമായി നിങ്ങളുടെ ചെവിയിൽ എത്തുന്നു. നിങ്ങളുടെ ചെവിയിൽ എത്തുമ്പോൾ ആ ചെവിയിലെത്തിയ ഊർജം, ശബ്ദോർജമായ ഊർജം വീണ്ടും രാസോർജാവുന്നു, എന്താണ് ഇലക്ട്രിക് ഊർജാവുന്നു. ഇങ്ങനെ ഊർജമായി നിങ്ങളുടെ തലച്ചോറിൽ എത്തുമ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ നോക്കിയേ. ഇത്രയും പ്രോസസ്സ് ഈ ഊർജം കൊണ്ട് ചെയ്തു. മനസ്സിലായോ? ഇപ്പൊ ഈ ഊർജം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഊർജത്തെ മനുഷ്യന് ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ
പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും ഊർജം ഉള്ളതുകൊണ്ട് ഊർജവും തമ്മിൽ ആകർഷിക്കപ്പെടുന്നുണ്ട്. അതായത് എവിടെ ഊർജമുണ്ടോ അവിടെ കാന്തികത ഉള്ളതുകൊണ്ടും, മനസ്സിലായില്ലേ, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പരം അപ്പുറത്ത് നിൽക്കുന്നവരോ അവരുടെ ന്യൂറോണിലോ അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിലും, മലയാള അറിവുള്ളത്ര ഓപ്പോസിറ്റ് ഇങ്ങനെ കൈപൊക്കാൻ പറഞ്ഞാൽ പൊക്കൂല. നിങ്ങൾ പൊക്കുമ്പോൾ എത്രയോ രാജ്യങ്ങളിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ തലച്ചോറിലേക്ക് ആ ഡീറ്റെയിൽസ് കിടക്കുന്നത് കൊണ്ടും ഇത്രയും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന് ഈ ഊർജം വെച്ചിട്ട്, നമ്മളുടെ സൂക്ഷ്മമായ ഊർജമായ ചിന്ത വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും മരിക്കാം. എത്ര 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 ഐഡിയ ഉണ്ടായാലും ശരി, മനുഷ്യന് എത്ര കാലം ഇവിടെ ജീവിച്ചിരുന്നാലും അവന് വീണ്ടും 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 ഐഡിയ വരും. കാരണം തീരില്ല, അത്രമാത്രം ആശയ രൂപീകരണത്തിനുള്ള സ്പേസ് ഇവിടെ പ്രപഞ്ചത്തിലുണ്ട്. കണക്റ്റ് ആയോ ഞാൻ പറഞ്ഞേ? ഈ ഒരു സീരീസ് ആലോചിച്ചോളാം നാളെ. ഇതേ പ്രോസസ്സാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിലും. ഞാൻ നേരത്തെ പറഞ്ഞത് നിമിത്തം കൊണ്ട്, അല്ലെങ്കിൽ നിമിത്തം മീൻസ് ഞാൻ അറിയാതെയാണ് എന്നെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയത്, ഞാൻ കുട്ടികളുടെ ക്ലാസ്സിലാണ് എത്തിയെന്ന് പറയുമ്പോഴും അവിടെ എത്തുമ്പോൾ എനിക്ക് അത് ചെയ്യാനുള്ള സ്റ്റോക്ക് എൻ്റെ ബ്രെയിനിലുള്ളതുകൊണ്ടാണ്. യാത്ര ഞാൻ പ്രതീക്ഷിച്ച കണക്കല്ല അവിടെ എത്തിയെന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ അറിവല്ല. പക്ഷെ അത് പുറത്ത് റിലീസ് ചെയ്യാൻ പേടിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേദി കിട്ടിയിട്ടില്ല, അവസരങ്ങൾ കിട്ടിയിട്ടില്ല, പല കാരണത്താലാണ് സംഭവിച്ചത്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ അറിവുകളുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ ഞാൻ ഈ കോഴ്സിൽ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യവും നിങ്ങൾ പുറത്തുനിന്ന് എടുക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഐഡിയാസുകൾ. നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. അത് നമ്മുടെ കോഴ്സിന് തരാൻ പറ്റും. അത് വ്യക്തമായി തന്നെ ഡിസൈൻ ഉണ്ട്, വ്യക്തമായി തന്നെ ആശയവൽക്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വന്ന ഓരോരുത്തരും, നിങ്ങളുടേതായ എന്തെങ്കിലും വ്യത്യസ്തങ്ങൾ, നിങ്ങൾ ലോക അന്വേഷണങ്ങളും പ്രപഞ്ച അന്വേഷണങ്ങളിലേക്ക് മാത്രമായിട്ട് ഈ 4 മാസം നിൽക്കരുത്. എന്തെങ്കിലും ആക്റ്റീവ് ആവാൻ വേണ്ടി എന്തെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതിയുടെ നിയമം. മനസ്സിലായി? ആലോചിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, തലച്ചോറിനെ കൊണ്ട് ചിന്തിപ്പിക്കുക മാത്രമല്ല, എപ്പോഴും ചലനത്തിന് അധിഷ്ഠിതമാണ് പ്രപഞ്ചം. അപ്പോൾ നമ്മളുടെ ജീവിത യാത്രയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക്, നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഓരോ നിമിഷവും ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യുക? ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഓക്കെ? നമ്മൾ സംശയം ആണോ? സംശയം ചോദിക്കണോ? പിന്നെ ചോദിച്ചാൽ പോരെ? പിന്നെ നമ്മളിപ്പോ സാറ് ഈ കാര്യത്തിൽ തയ്യാറായപ്പോ നമ്മളെ ഇപ്പൊ ഒരുപാട് പേര് നമ്മളുണ്ടല്ലോ ഈ ഗ്രൂപ്പില്. അപ്പൊ നമ്മുടെ ഒരു ഊർജം അത് നമ്മളെ ഊർജത്തിന്റെ അവസ്ഥയിൽ, അതുകൊണ്ടല്ലേ സാറ് അതിന് തയ്യാറായത്? അത് ആഗ്രഹിച്ചുകൊണ്ടല്ലേ? അതായത് ഞാൻ നിങ്ങളുടെ ഊർജം എനിക്ക് കിട്ടുമെന്നുള്ള ഇതാണോ? അതെ അതെ, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് സാർ അതിന് തയ്യാറായി വരുന്നത്. ഒരു മറുവശം അങ്ങനെയല്ലേ? ഒരുപക്ഷെ സാധ്യത, അതായത് ഇത് തുടങ്ങി ഓരോരുത്തരും, അതായത് അത് ഇന്ന് നിങ്ങളിലുണ്ടായത് നിങ്ങൾക്ക് മുമ്പേ വന്നവരിലുണ്ടായി, അവർക്ക് മുമ്പേ വന്നവരിലുണ്ടായി. അങ്ങനെ ആദ്യം വന്ന ഒരാളിൽ നിന്നായിരിക്കാം അവരിലേക്കായിരിക്കാം സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. മനസ്സിലല്ലേ? കാരണം ഇപ്പൊ ABC ചെല്ലുമ്പോൾ ആദ്യം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും ആ വാക്ക് അതെല്ലാം കൂടി ഘടകങ്ങളാണ്. എല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് ആശയ രൂപീകരണം ഓട്ടോമാറ്റിക്കലി നടക്കും. പക്ഷെ അവിടെ നമ്മളിൽ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ വേറെ ആരെയും വിളിക്കാതെ എന്തോ വിളിക്കാൻ വിഷ്ണു? മനസ്സിലല്ലേ? എനിക്ക് അതിനു മുമ്പ് നേരത്തെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇന്നലെ മെനിഞ്ഞാന്ന് പറഞ്ഞ, അതായത് കാര്യം കാരണം എന്ന് പറഞ്ഞ പോലെ വിഷ്ണു ഫിലിം ഫീൽഡിൽ നിൽക്കുമ്പോൾ പല സിറ്റുവേഷനിലും ചില വർക്കുകൾ കഴിഞ്ഞ ശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ വിഷ്ണു സ്വാഭാവികമായിട്ട് എന്നെ വിളിക്കും.
അവിടെ ഞാൻ ഇട്ട വിത്താണ്. വിഷ്ണുവിനെ സമാധാനിപ്പിക്കാനാണെങ്കിൽ പോലും ഞാൻ ഇട്ട വിത്താണ് വർഷങ്ങൾ കഴിഞ്ഞ് വിഷ്ണു എന്നെ പോഡ്കാസ്റ്റിനായിട്ട് വിളിക്കുന്നത്. മനസ്സിലല്ലേ? അന്ന് വിഷ്ണുവിനെ ഞാൻ സമാധാനിപ്പിക്കായിരുന്നു. നമ്മൾ സിനിമയുടെ കഥ മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പുള്ളിക്ക് എന്നെ വെച്ച് പോഡ്കാസ്റ്റ് ചെയ്യാന്നൊരു ഐഡിയ വരില്ല. ആ പോഡ്കാസ്റ്റ് ആണ് പിന്നെ ബാക്കിയെല്ലാം ഈ ഒരു ചലനത്തിന് വ്യത്യാസം വന്നു. അപ്പൊ അതേപോലെ ആ എല്ലാത്തിനും ഒരു കാര്യകാരണം ഉണ്ടാവും. ശ്രദ്ധിച്ച് സൂക്ഷിച്ചാൽ മനസ്സിലാവും. വന്ന വഴി മറക്കണമെന്ന് പറയുന്ന പോലെ ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ചോദിച്ചല്ലോ, അപ്പൊ അത് പറഞ്ഞത് ആണ്. അപ്പൊ നമ്മളിലെ ഈ ഊർജത്തെ എങ്ങനെ എത്രമാത്രം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞു, നിങ്ങളെല്ലാവരും വിളിച്ചു, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരല്ല. അവിടെ ആ പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ തുടക്കമേ 1, 3, 4, 5 ഞാൻ തയ്യാറാക്കി വെച്ചതിൽ ഡേറ്റ് മാറ്റുന്നു, കൃത്യമായി ചെയ്യുന്നു, പോസ്റ്റർ ഇടുന്നു. മനസ്സിലല്ലേ? എന്നിട്ട് ആൾക്കാർ ഈ കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നത് കാത്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂടിച്ചേർത്താണ് നമ്മളൊന്ന്. അവിടെ ഇവിടെ എവിടെയെങ്കിലും ഞാനൊന്ന് എൻ്റെ ശ്രദ്ധാതത്വം വിട്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റേജിലിരിക്കില്ല. അപ്പം ഈ തത്വം കൂടി അവിടെ പ്രവർത്തിച്ചു. അപ്പം തീർച്ചയായും നമ്മളെല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഉണ്ടായിരുന്ന ഒരൊറ്റ വിഷയം അവസരങ്ങൾ, അല്ലെങ്കിൽ അവസരങ്ങൾ എന്ന് പറയാം. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അവസരം ഞാൻ കണ്ടെത്താനായിട്ട് ഞാൻ പോയിട്ടില്ല. എല്ലാ അവസരങ്ങളും ഇങ്ങോട്ട് വന്നതാണ്. പക്ഷെ എൻ്റെ അടുത്തൂടെ ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ട്. ഞാനായിട്ട് ചോദിച്ചിട്ടില്ല പല കാര്യത്തിലും. മനസ്സിലല്ലേ? പക്ഷെ ആ അവസരങ്ങളെ ഒഴിവാക്കാതിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഫാസ്റ്റായിട്ട് ഞാൻ എത്തിയത്. ആ അപകർഷത എൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഇതിൽ നമ്മൾ 1, 2, 3 എണ്ണുന്ന ഒരു വീഡിയോസ് കണ്ടായിരുന്ന ഞാൻ ഇതിലിട്ടിരുന്ന. അതായത് 1, 1, 2, 2 എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് ഓർത്ത് വയ്ക്കുന്ന കുട്ടികളുടെ നമ്പറുകൾ ക്രമത്തിന് ഏത് ചോദിച്ചാലും പറയാൻ പറഞ്ഞ ആ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനാണ് വീഡിയോ എടുക്കുന്ന ലാൽ. അപ്പോൾ ആ വീഡിയോ എടുത്ത് അവൻ ആദ്യമായിട്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്, മറ്റേ മൊബൈലിൽ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ അത് ഇട്ടിട്ടില്ല. പക്ഷേ ഈ വീഡിയോ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ സത്യമാണ്, 1 വർഷം എടുത്തു എൻ്റെ മൊബൈലിലേക്ക് അവ എഡിറ്റ് ചെയ്ത് തന്നതിന് ശേഷം. എന്ന് ഞാൻ രാവിലെ എടുക്കും, ഈ മൊബൈൽ എടുത്തിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ തലച്ചോറ് എല്ലാവരുടെ വീഡിയോയും കണ്ടിട്ടുണ്ട്, പുതിയ ആൾക്കാരും കണ്ടിട്ടുണ്ട്. എൻ്റെ തലച്ചോറ് എന്ത് ചെയ്തിട്ടില്ല? എൻ്റെ വീഡിയോ നല്ലവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ തലച്ചോറിന് അത് സ്വീകരിക്കാൻ തോന്നിയില്ല. എൻ്റെ തലച്ചോറ് പറയുന്നത് കൊള്ളൂല, ഇത് ആൾക്കാർ കുറ്റം പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും എന്ന് രാവിലെ എടുക്കും. നമ്മളെ യൂട്യൂബിലെടുക്കും, പോസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നാൽ എനിക്ക് മാത്രം ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ മതി, അത് പോരുന്നു. അതിന് ഏകദേശം 1 വർഷം എടുത്തു. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് എന്ത് ഇതാണ്. അതുകൊണ്ടാണ് ഇത് എവിടെയൊക്കെ ബ്ലോക്ക് വരുമെന്നുള്ള കാര്യം എനിക്കറിയാം, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിയുന്നുണ്ട്. അവിടെ അത്തരം ബ്ലോക്ക് വരുന്ന സ്ഥലത്ത് ഒരാൾ പ്രഷർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. മനസ്സിലല്ലേ? നിങ്ങളെ എവിടെയാണോ ആര് ബ്ലോക്ക് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലോക്ക് ആവാൻ തോന്നുന്നോ അവരെ പ്രഷർ ചെയ്യുക. പക്ഷെ ഇതിലേക്ക് വരാതെയും സംസാരിക്കാതെയും ഒരു ബന്ധമില്ലാത്ത ആളിനെ നമുക്കറിയത്തില്ല ആളുടെ അവസ്ഥ എന്താണ്. ഇത് എത്രമാത്രം പ്രഷർ ചെയ്യാൻ പറ്റുമോ ആ പ്രഷറാണ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ തിരിച്ച് റിട്ടേൺ പോകാൻ സാധ്യതയുള്ള പല ചിന്താഗതിയെയും ഞാൻ ബ്ലോക്ക് ചെയ്യും. പല സ്ഥലങ്ങളെയും ഞാൻ എന്ത് ചെയ്യും? ആ വഴിക്ക് തിരിഞ്ഞ് ചിന്തിക്കരുത്. അപ്പം എവിടെയൊക്കെ, കാരണം അതെല്ലാം എനിക്കറിയാം. അതെല്ലാം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നേരത്തെ ഇപ്പോഴെനിക്ക് മനസ്സിലാവും. എനിക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. അന്ന് അത് മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയായിരുന്നു. അടുത്ത സ്റ്റെപ്പ് പോകും. പക്ഷേ ഇത് ഞാൻ മാറ്റിയിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരുന്നു എനിക്ക് ഉറപ്പാണ്. പക്ഷെ അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും, താഴെ നിന്ന് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കയറി വരുന്ന വഴിക്ക് കാണാൻ പറ്റില്ല. ഇനി മേലിൽ കയറി നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നിൽക്കുന്ന എല്ലാവരും വലിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് അതിനേക്കാൾ 10 മടങ്ങ് ഡെവലപ്പ് ആവാനുള്ള സാധ്യത നമുക്കിതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ
ആശയ രൂപീകരണം, അതുപോലെ തന്നെ ഊർജത്തിന്റെ രൂപീകരണവും മനസ്സിലാക്കണം. ഊർജത്തെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഈ പറയുന്ന മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഇതെല്ലാം നടക്കുന്നത് ഈ ഊർജത്തെയും കാന്തികതയും ശ്രദ്ധയെയും ആകർഷണത്തെയും വികർഷണത്തെയും ഒക്കെ തിരിച്ചറിഞ്ഞാൽ ഈസിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിന് എന്നെ കൊണ്ട് ഇതിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ 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 അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത്രയൊക്കെ ഓക്കെ. പ്രപഞ്ചത്തിന്റെ കുറെ റൂട്ടുകളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിലിണങ്ങി മനസ്സിലായിക്കോളും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയിലെ ഇത്രയും ജീവജാലങ്ങളിൽ ഉണ്ട്. അതിൽ പ്രത്യേക ഒരു സ്പീഷ്യസ് ആണ്, അല്ലെങ്കിൽ ഒരു ജീവി ആയിട്ടുള്ള ഈ മനുഷ്യന് മാത്രം ഇങ്ങനെ തോന്നുന്ന സമയത്ത് തോന്നുന്ന സ്വഭാവം കാണിക്കണം. ഈ സ്വഭാവം എന്ത്, മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത എന്ത് എന്ന്, എങ്ങനെയാണ് തലച്ചോറുകൾ രൂപപ്പെട്ടതെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ നോട്ടിട്ടിട്ടുണ്ട്. അല്ലാതെയും നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അതും കൂടെ പഠിക്കണം. നമ്മൾ തുടക്കമേ വരണം. ഭൂമി ഉണ്ടായി അതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് നമുക്കറിയാം. ഏകകോശ ജീവിയായ അമീബ, അതിനു മുന്നേ ഒന്ന് രണ്ട് ഇതൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏകകോശ ജീവിയായിട്ടുള്ള അമീബയാണ് ശരിക്ക്. അതിനുശേഷം തലച്ചോറ് രൂപപ്പെടുന്നത് 3 രീതിയിലാണ്. ഈ ക്ലാസ് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ട്. എന്നാലും എനിക്കത് പോയിന്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കുഴപ്പമില്ലല്ലോ, തുടക്കം മുതൽ നമുക്ക് പോണ്ടേ? ഓക്കെ, അതെ അല്ല, അതുകൂടെ പറഞ്ഞു പോയാൽ ഇത്രയും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ മനുഷ്യനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലേ നമ്മളെ പിന്നെ നമുക്ക് ഒരു വരുള്ളൂ. അതായത് ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്തോട്ടെ. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു നമുക്ക് അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച് കവർ ചെയ്ത് തരാം. ഈ നോട്ടുകൾ ആരും വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളത് വായിക്കണം. കാണാനല്ലേ? ഓക്കെ, അതായത് നമ്മുടെ തലച്ചോറ് രൂപപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 രീതികളിലാണ്. നമ്മുടെ തലച്ചോറെന്നല്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഭൂമിയിൽ ഏകകോശ ജീവികൾക്ക് ശേഷം പലതരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്, ഒന്ന് റെപ്റ്റീലിയൻ ബ്രെയിനാണ്. ഇനി ആരെങ്കിലും സ്ക്രീൻ ഷെയർ ചെയ്തതിന് ശേഷം ആരെങ്കിലും വന്നാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, റെപ്റ്റീലിയൻ ബ്രെയിനാണ്. കാണാനല്ലേ? വോയിസ് പറഞ്ഞ കാരണം എനിക്ക് നിങ്ങളെ കാണത്തില്ല. ഞാൻ സ്ക്രീൻ ഷെയറിനകത്തായുണ്ട്. ഓക്കെ, റെപ്റ്റീലിയൻ ബ്രെയിനാണ്. ഞാൻ അതിനൊരു ശ്രമം നടത്തുന്നത്. ഓക്കെ, റെപ്റ്റീലിയൻ ബ്രെയിൻ. ഇവ റെപ്റ്റീലിയൻ ബ്രെയിന് നമ്മൾ ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിക്കൊള്ളണം. കാരണം ഞാൻ എൻ്റെ ഒരു കേവല അറിവുകളിൽ നിന്നുകൊണ്ടാണ്, വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ തന്നെയാണെങ്കിലും അറിവുകൾ വളരെ എൻ്റെ കേവലമാണ്.
അപ്പോൾ അതും കൂടി വെച്ചിട്ട് നിങ്ങൾ അതിനെ കേട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെ എടുത്തോളണം. പക്ഷെ ഇതറിയാതെ പോയാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും ഈ ഒരു കാര്യത്തെ അറിഞ്ഞാൽ നല്ലൊരു ധാരണ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാകുന്ന തലച്ചോറ് എന്ന് പറയുന്നത് റെപ്റ്റീലിയൻ ബ്രെയിൻ ആണ്. അതായത് മനുഷ്യൻ നേരിട്ടങ്ങ് മനുഷ്യൻ രൂപപ്പെടുകയല്ല ചെയ്തത്. അപ്പോൾ റെപ്റ്റീലിയൻ ബ്രെയിനുള്ള ഇതെന്ന് പറയുന്നത് ആമ ഇത് ഒന്ന് ജെമിനി വഴിയൊക്കെ എടുത്തതുകൊണ്ട് അവർക്ക് ചില ഇമാജിനേഷനിലൂടെയൊക്കെ ചിലപ്പോൾ കയറ്റിവിടാം. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ പരിശോധിച്ചോളണം. റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യമായിട്ട് തലച്ചോറ് രൂപപ്പെടുന്ന ഈ ജീവികളിൽ. അതായത് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പാമ്പ്, മുതല, ഉടുമ്പ്, അതുപോലെ ആമ, ഓന്ത്, ഇങ്ങനെ പറയുന്ന ജീവികൾക്കൊക്കെ എന്തേ ഉള്ളൂ? റെപ്റ്റീലിയൻ അതുപോലെ റെപ്റ്റീലിയൻ ബ്രെയിൻ ആണുള്ളത്. ആദ്യമായി തലച്ചോറ് രൂപപ്പെടുന്നത് ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ ആണ്. ഈ റെപ്റ്റീലിയൻ ബ്രെയിനിലെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഫൈറ്റ്, അതിജീവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, മനസ്സിലല്ലേ? ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ, അതായത് ഒന്ന് അറ്റാക്ക് ചെയ്യുക, മറ്റൊന്ന് ഓടി ഒളിക്കുക. റെപ്റ്റീലിയൻ ബ്രെയിനിലുള്ള ജീവികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, ഓടി ഒളിക്കുക. ഈ ഒരു ഇത് മനസ്സിലാക്കണം. അത് നമ്മൾ ഫുഡ് ശൃംഖല എടുത്ത് പരിശോധിച്ചാൽ പുല്ല്, പുൽച്ചാടി, തവള, അല്ല പാമ്പ്, പരുന്ത്, അല്ലേ? അപ്പൊ അതില് പുല്ലിനെ, ഇത് കേട്ടിട്ടുള്ളതാണ്, പുല്ലിനെ ആര്? പുൽച്ചാടി ഫൈറ്റ് ചെയ്യണം, പുൽച്ചാടിയെ തവള ഫൈറ്റ് ചെയ്യണം, തവളയെ പാമ്പ് ഫൈറ്റ് ചെയ്യണം, പാമ്പിനെ പരുന്ത് ഫൈറ്റ് ചെയ്യണം. കാരണം അതാണ് ആ ജീവികളുടെ അതിജീവനം. ഈ ഫൈറ്റ് ചെയ്തേ പറ്റൂ. മൈക്കൊന്ന് ഇതായിക്കൊള്ളണേ, വീട്ടിൽ ചെയ്തോളണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാൻ എനിക്ക് കാണത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മൈക്ക് അൺമ്യൂട്ടായി പോണെങ്കിൽ അത് മ്യൂട്ട് ചെയ്തേക്കണേ. ആയോ? ഓക്കെ, ഇത് ഒന്ന് ശ്രദ്ധിച്ചോളണേ. അതായത് പുൽച്ചാടിക്ക് പുല്ലിനെ ഫൈറ്റ് ചെയ്താലേ പുൽച്ചാടി എന്ന് പറഞ്ഞ ജീവിക്ക് അതിജീവനമുള്ളൂ, നിലനിൽക്കാൻ പറ്റും. മനസ്സിലല്ലേ? നിലനിൽപ്പാണ് വിഷയം, അതിനാണ് ഈ ഫൈറ്റ്. അതേപോലെ തിരിച്ച്, അതായത് പുല്ലിനെ പുൽച്ചാടി ഫൈറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ വെറുതെ ഫുഡ് ശൃംഖല വരുമ്പോൾ ഈ പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നതാണ്. നമ്മളിത് പക്ഷേ ആ ഫൈറ്റും ഫ്ലൈറ്റും അതിൽ കൂടെ പഠിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ അധ്യാപകർ പഠിപ്പിച്ചിട്ടില്ല, അതാണ് എൻ്റെ കുഴപ്പം. മനസ്സിലല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പഠിച്ചാൽ ആ ഫൈറ്റും ഫ്ലൈറ്റും പഠിച്ചോളൂ. അപ്പോൾ ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അത് അതിജീവനമാണ്. അതേപോലെ പരുന്ത് പാമ്പിനെ പിടിക്കാൻ വരുമ്പോൾ, ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ പാമ്പ് ഫ്ലൈറ്റ് ചെയ്യണം, ഓടി വിളിക്കണം, എങ്കിലേ പാമ്പിന് അതിജീവനമാണ്. അതാണ് പാമ്പിന്റെ അതിജീവനം, രക്ഷപ്പെടല്. ഇനി പാമ്പ് തവളയെ പിടിക്കാൻ ചെല്ലുമ്പോൾ തവള ഫ്ലൈറ്റ് ചെയ്യണം. തവള പുൽച്ചാടിയെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ പുൽച്ചാടി ഫ്ലൈറ്റ് ചെയ്യണം, ഓടി വിളിക്കണം. പുല്ല് പിന്നെ ഓടി വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് പുല്ലിന് ആവശ്യത്തിനനുസരിച്ച് ഇവർക്ക് എല്ലാവർക്കും ഉൽപ്പാദിപ്പിച്ച് പുല്ല് പ്രകൃതി അവരെ അങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു അന്നുള്ള ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിൻ. ആ ബ്രെയിനിന്റെ കഴിവ് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ആണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ മനുഷ്യ പരിണാമത്തിന് മുന്നേ ഉണ്ടായതാണ്. എന്നാൽ ഇന്നും മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ കേന്ദ്രത്തിൽ ഇന്നും റെപ്റ്റീലിയൻ ബ്രെയിൻ, അന്ന് രൂപപ്പെട്ട ആ ബ്രെയിൻ ഇന്നും അവിടെ ഉണ്ട്. മനസ്സിലായോ? ഓക്കെ,
പിന്നെ വരുന്നതെന്നറിയാമോ, വേറെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് വികാരങ്ങളില്ലാത്ത പ്രതികരണങ്ങളാണ്. അതായത് അവർക്ക് ഈ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ളൊരു സംഭവത്തിനപ്പുറത്തേക്കുള്ള കരുതൽ സൂക്ഷിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് പലപ്പോഴും വരില്ല. പിന്നെ ഫ്രീസ് ആയിട്ടുള്ള അവസ്ഥ വരും. അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നും നമുക്ക് ചിലർ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങ് നിശ്ചലമായിപ്പോയി, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ വെറും ഐസായൊരവസ്ഥയിൽ. ഈ അവസ്ഥ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ നേരെ റെപ്റ്റീലിയൻ ബ്രെയിനിലേക്ക് കണക്റ്റ് ആവുന്നതാണ്. അവിടെ അങ്ങനെ ഫ്രീസ് ആവുന്നെങ്കിൽ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റിനുള്ള സാഹചര്യമുണ്ട്. ഒന്നീ ഏറ്റവും കൂടുതൽ പേടിയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമോ വന്നാലും ഫൈനലി ഫ്രീസ് ആയ അവസ്ഥയിലോട്ട് കൂടി വരും. ഇന്നും നമ്മളിലുള്ള ദേഷ്യവും നമ്മളിലുള്ള ഏറ്റവും കഠിനമായ ഭയവും നിലനിർത്തിയിരിക്കുന്നത് റെപ്റ്റീലിയൻ ബ്രെയിനിലാണ്. കണക്റ്റ് ആവുന്നുണ്ടോ? ഇന്നും നമ്മളെ തലച്ചോറിലെ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ, ആ തലച്ചോറ് രൂപപ്പെട്ടപ്പോൾ ആദ്യത്തെ സ്വഭാവത്തിലുള്ള ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇന്നും ദേഷ്യം വന്ന നമ്മുടെ ബോധ മനസ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾക്കും അപ്പുറമായിട്ട് നമ്മളെപ്പോലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വയലൻ്റ് ആകുന്ന അവസ്ഥയിലൂടെ നമ്മൾ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ട് അത് കഴിഞ്ഞ ശേഷം അയ്യോ എന്താണ് സംഭവിച്ചത് ഒരു പിടി ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മളുടെ പ്രകൃതിയിലെ തന്നെ ഭൂമിയിലെ തന്നെ ആദ്യത്തെ തലച്ചോറ് രൂപപ്പെട്ടപ്പോൾ ഉണ്ടായ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ ഇന്നും മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ തലച്ചോറിലേക്ക്, ഇതിൻ്റെ ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ്റെ മുകളിലൂടെ വ്യാപിച്ച അടുത്ത കോടാണ് അല്ലെങ്കിൽ അതെ കോടിക്കണക്കിനോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിനോ വർഷത്തിന് ശേഷമാണ്, എനിക്കതിന് കൃത്യമായൊരു ഇത് എടുക്കാൻ പറ്റുന്നില്ല, എന്നാലും ലക്ഷക്കണക്കിന് വർഷത്തിന് ശേഷമാണ് ആ ബ്രെയിനിൻ്റെ മുകളിലൂടെ പിന്നെ ഒരു ബ്രെയിൻ രൂപപ്പെടുന്നത്. അതാണ് ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്, ഈ ലിംബിക് സിസ്റ്റമാണ് നമ്മളെല്ലാവരിലും ഉള്ള വികാരങ്ങൾ, ഇന്ന് ഈ പറയുന്ന നമ്മളിലുള്ള എല്ലാ വികാരങ്ങളും, ഈ നമ്മൾ പറയില്ലേ, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളൊരു കാര്യം ആലോചിച്ച ഇമാജിനേഷൻ ചെയ്താൽ അത് നമ്മളെ ചിത്രങ്ങളായിട്ടും ഫീലിങ്സ് ആയിട്ടും കൊണ്ടുവരുമെന്നൊക്കെ പറയുന്ന, അതാണ് ഇതിൻ്റെ ഭാഷ എന്നൊക്കെ പറയാൻ കാരണം, മനുഷ്യന് അക്ഷരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ രൂപപ്പെട്ട ഒരു തലച്ചോറാണ് ഈ ലിംബിക് സിസ്റ്റം. ആ ലിംബിക് സിസ്റ്റത്തിലെ വികാരങ്ങളാണുള്ളത്. അതേപോലെ തന്നെ പലതും തസ്തിനികളായിരിക്കും, പ്രസവിക്കാൻ കഴിവുള്ള ജീവികളായിരിക്കും. ലിംബിക് സിസ്റ്റത്തിൽ പലതും മുട്ടയിടുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ റെപ്റ്റീലിയൻ ബ്രെയിനിൽ, ആദ്യത്തെ ബ്രെയിനിൽ പലതും മുട്ടയിടുന്നതാണെങ്കിൽ ഇത് പ്രസവിക്കുന്നതാണ്. അതുകൊണ്ട് അവരൊന്ന് ക്ലിയറായി പുറത്തേക്ക് പോകുന്നവരെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റു മനുഷ്യരായിട്ടും അല്ലെങ്കിൽ മറ്റു ജീവികളായിട്ടും അവർ തമ്മിൽ കൂടുതൽ ഇണങ്ങി എപ്പോഴും ചേർന്ന് സ്നേഹിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വികാരങ്ങളും, ഈ പറയുന്ന നമുക്കുള്ളത് പോലെയുള്ള വികാരങ്ങൾ എല്ലാം ഉള്ള ജീവികളാണ് ഈ പലതും തസ്തിനികളായിട്ടുള്ള ജീവികൾ. ഡോൾഫിൻ പ്രത്യേക ഒരു ഇനം ആയതുകൊണ്ട് അതിൻ്റെ ബ്രെയിൻ വേറെയാണ്, വേറെ ലെവൽ സാധനമാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കും സബ് കോൺഷ്യസ് മൈൻഡുണ്ട്, ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. നമ്മൾ വിചാരിക്കരുത് മറ്റുള്ള ജീവികൾക്കൊന്നും സബ് കോൺഷ്യസ് മൈൻഡ് ഇല്ലാന്ന്. ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വലുപ്പം അറിയണമെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഒരു പൂച്ചയെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ വളർത്തി, ആ പൂച്ച വേറൊരു തള്ള പൂച്ചേനൊന്നും കണ്ടിട്ടില്ല, ഒരു കുഞ്ഞു പൂച്ചേനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അത് കുറേ നാൾ കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ തന്നെ മറ്റൊരു പൂച്ചയുമായി ശാരീരിക ബന്ധപ്പെട്ടു, അതിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരമ്മ എന്ത് ചെയ്യണം, ഒരു കുഞ്ഞു പൂച്ചയെ എവിടെ എടുക്കണം, എങ്ങനെ അതിനെ നോക്കണം, കണ്ണ് തുറക്കുന്നത് വരെ അതിനെ വേറെ ആരും തൊടാതെ പിടിക്കണം. ഇതെല്ലാം നമ്മളാണെങ്കിൽ നമ്മളെ അപ്പച്ചിര വീട്ടിൽ നടന്ന പ്രസവവും അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി ചേച്ചിമാരെ അല്ലെങ്കിൽ അയൽവക്കത്തെ ഇതെല്ലാം കണ്ട് പഠിച്ച് ബോധ മനസ്സാൽ വന്നാണെങ്കിൽ, ഇതൊന്നും കാണാത്ത ഈ പൂച്ചയും പട്ടിയൊക്കെ ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നു?
ഈ ലിംബിക് സിസ്റ്റം ഈ വികാരങ്ങൾക്കകത്തുള്ളതുപോലെ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് വഴി കൃത്യമായിട്ടും നീ പ്രസവിച്ചെങ്കിൽ നീ ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കണമെന്ന് പ്രപഞ്ചം കൃത്യമായി സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ആ ജീവികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായോ? നമ്മളിങ്ങനെ മനസ്സിലാക്കി വരണം. പ്രപഞ്ചം മനുഷ്യന് മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന മഹാ അത്ഭുതമല്ല. ഓരോ ജീവിക്കാണെങ്കിൽ ഓരോ ജീവിക്കും കൃത്യമായ സമയത്ത് അതുവരെ അതിന് ഉണ്ടാകാത്ത സ്നേഹവും മാതൃത്വവും ഒരു തള്ളപ്പൂച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പട്ടിക്ക് ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ ആ സമയത്ത് കൃത്യമായി അതിനെ മറ്റാരും വന്ന് പിടിക്കാൻ നോക്കില്ല, വിട്ടുകൊടുക്കില്ല. അതിൻ്റെ കഴുത്തിൽ തന്നെ ഇവിടെ തന്നെ പിടിക്കണം. പൂച്ചയാണെങ്കിൽ കണ്ണ് തുറക്കുന്നത് വരെ എവിടെയൊക്കെ കൊണ്ടുപോയി സൂക്ഷിക്കണം. എത്ര ഉയർത്തുന്ന അതുവരെ തള്ളയാകാത്ത മറ്റൊരു തള്ളപ്പൂച്ചയെ കണ്ട് പരിചയമില്ലാത്ത ഒരു പൂച്ചയ്ക്ക് എങ്ങനെ ആര് ആ ഇൻഫർമേഷൻ കൊടുത്തു? നമുക്ക് വേണ്ടി മാത്രമായിട്ടല്ല, ആ കൃത്യമായിട്ട് പ്രപഞ്ചം എല്ലാവർക്കും വേണ്ടി അതാത് സാധ്യത എന്ത് പ്രവർത്തിക്കുന്നോ അതനുസരിച്ച് നെക്സ്റ്റ് സാധ്യതകൾ ഒരുക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സബ് കോൺഷ്യസ് മൈൻഡ് മനുഷ്യന് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് നമ്മളുടെ ശരീര നിയന്ത്രണ തലവും ഒരു സ്മൃതി തലവും എല്ലാം തന്നെ നിൽക്കുന്നത്. മനസ്സിലായി? എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മളിവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു ദിവസം 23,000 തവണ ശ്വാസം എടുക്കണം. ഒരു ആവറേജ് അല്ലെങ്കിൽ കൃത്യമായി ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ കണക്ക് വെച്ചിട്ട് 23,000 തവണയാണ് ശ്വാസം എടുക്കുന്നത്. നമ്മൾ മഹാ അത്ഭുതങ്ങളും മഹാ വിജയങ്ങളും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു 5 മിനിറ്റ് പോലും നമ്മൾ മുന്നോട്ട് ജീവിച്ചിരിക്കണമെങ്കിൽ ശ്വാസം എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുമ്പോഴും ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ട് 23,000 തവണ എന്ത് ചെയ്യുന്നു? ശ്വാസം എടുപ്പിക്കുന്നു. കാരണം എടാ, നീ ഇവിടെ ജീവിച്ചിരിക്കേണ്ടത് നിന്റെ ബോധ മനസ്സിനെ അറിഞ്ഞൂടെങ്കിലും നിന്റെ ബോധ മനസ്സിലില്ലെങ്കിലും ഉപബോധ മനസ്സിന് നീ ഇവിടെ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട്, അതായത് ആ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ടും 23,000 തവണ ഈ പറയുന്ന ലിംബിക് സിസ്റ്റത്തിലൂടെ പ്രപഞ്ചം നമ്മളെ കൊണ്ട് ഇപ്പോഴും ചെയ്യിപ്പിക്കുന്നു, സബ് കോൺഷ്യസിലൂടെ. അതേസമയം പട്ടികൾക്കായിക്കോട്ടെ പൂച്ചകളായിക്കോട്ടെ ഇവിടെ എല്ലാ ജീവികൾക്കും അത് കൃത്യമായിട്ടും അതിന് വേണ്ടുന്ന അളവിലുള്ള അതിൻ്റെ നിലനിൽപ്പിന് അളവിലുള്ള ആമ വളരെ പയ്യാണ് ശ്വാസം എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ആയുസ് കൂടുതലാണ്. വളരെ പെട്ടെന്ന് ശ്വാസം വിടുകയും ശ്വാസം എടുക്കുകയും ചെയ്യുന്നവർ അവരുടെ ആയുസ് കുറവാണ്. അതുകൊണ്ട് മുയൽ എന്ത് ചെയ്യുന്നു? മുയലിൻ്റെ ആയുസ്സും ആമയുടെ ആയുസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പറയും എന്താണ്, മുയലും ആമയും കൂടി ഓട്ട മത്സരത്തിന് പോയി. അപ്പോൾ ആമയും മുയലും കൂടെ ഓട്ട മത്സരത്തിന് പോയി. മുയൽ ഓടി കുറേ സമയം കഴിഞ്ഞപ്പോൾ മുയൽ എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് അയാൾ ആത്മവിശ്വാസത്തോടെ അവൻ പയ്യല്ലേ വരണമെന്ന് പറഞ്ഞ് കിടന്നു. അങ്ങനെ ഈ ആമ പതിയെ വിജയം കൈവരിച്ചു. അതായത് നിങ്ങൾ ഓടുന്ന ഓട്ടത്തിൽ മടിയനായി അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻറ്റിൽ അവിടെ കിടക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഒരു 100 മുയലെങ്കിലും ഓടണം ഒരു ആമ ജീവിച്ചിരിക്കുന്ന കാലം ഇവർക്ക് കൂടെ എത്താൻ. ഒരു ആമ പോയ വഴിയെ പോകണമെങ്കിൽ എത്ര തലമുറ മുയലുകൾ പോകണമെന്ന്. കാരണം അതാണ് ഇതിന് രണ്ടും തമ്മിലുള്ള ആയുസ്. വേഗതയിൽ നമ്മൾ മുയലിനെ പറയുമെങ്കിലും മനസ്സിലല്ലേ, ലോകം കണ്ടിട്ടുള്ളത്, അതായത് ഇന്ന് നമ്മളൊരു ആമയെ എടുത്ത് വെച്ചിട്ട് ആ ആമയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ അപ്പൂപ്പൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞെങ്കിൽ ആമ പറഞ്ഞു തരും പല ആമകളും. മനസ്സിലല്ലേ, പല ആമകളും കൃത്യമായിട്ട് പറഞ്ഞു തരും. നിന്റെ അപ്പൂപ്പൻ പണ്ട് പറമ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയായിരുന്നു, അയാൾ പാവുമായിരുന്നു. മനസ്സിലല്ലേ,
എന്ന്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ എങ്ങനെയാണ്, അമ്മയുടെ അച്ഛൻ എങ്ങനെയാണെന്നൊക്കെ ഹിസ്റ്ററി പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് ആ അമ്മ പറയും, അന്ന് നിൻ്റെ അച്ഛൻ ചെറുത് എന്നും കൂടെ പറയും അമ്മയുടെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അന്ന് നിൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചാണ്ടോ നിൻ്റെ അപ്പം വരണം, ഇവിടെ വയലിലൊക്കെ കൊണ്ടുവരണേന്ന് യാമ പറഞ്ഞിരുന്നു. അപ്പം അത്രമാത്രം ശ്വസനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഓളം ഒന്ന് കറക്കി വിട്ടതാണ്. അങ്ങനെയും കൂടെ ഒരു ആശയത്തിൽ ഒരു തമാശയും ചിന്തയും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ലിംബിക് സിസ്റ്റം, വികാരങ്ങളുടെ കേന്ദ്രം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. മറ്റെല്ലാ ജീവികൾക്കും ദാ വരുന്നു മൂന്നാമത് പ്രപഞ്ചം ഒരു തലച്ചോറും കൂടെ കൊണ്ട് കയറ്റി വെച്ചു കൊടുത്ത് ദാ മനുഷ്യന് നിയോ കോർട്ടക്സ്. മനസ്സിലായി? പ്രപഞ്ചം ചെയ്ത ആകെ ഒരു തെറ്റിതാണ്. നിയോ കോർട്ടക്സും കൂടെ എടുത്ത് ഈ ജീവിക്ക് വെച്ചുകൊടുത്ത് അവിടെ തൊട്ട് ഇവൻ കണ്ടുപിടുത്തങ്ങളോട് കണ്ടുപിടുത്തം. കാരണം എന്താണ്? ഈ പുള്ളിക്ക് ഫുൾ എന്താണ്, ഞാൻ ഇതിനു മുമ്പ് ഞാൻ ആ ഒരു പ്രവർത്തനോടെ പറഞ്ഞുതരാം. മനസ്സിലായി? അതായത് നിങ്ങൾ ഒന്നുകൂടെ അത് വായിച്ചു വയ്ക്കണം, അപ്പോഴിത് മനസ്സിലാവും. മനസ്സിലായി? അതായത് വികാരങ്ങളുടെ നിയന്ത്രണം, സ്നേഹം, ദേഷ്യം, പേടി. ഈ ദേഷ്യവും പേടിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഫുൾ കൺട്രോൾ പോകുന്നത് റെപ്റ്റീലിയൻ ബ്രെയിനിൽ പോവേ. അല്ലാതെ ഉള്ള നമ്മളുടെ വികാരങ്ങൾക്കകത്ത് നിൽക്കുന്ന ദേഷ്യം ഇവിടെ നിന്ന് തിരിച്ച് ഏറ്റവും ഫസ്റ്റ് ബ്രെയിനിലോട്ട് പോകും. സഹോദരങ്ങളെ, കൂടപ്പുറപ്പുകളെ, ഞാൻ പറയുന്നത് കണക്റ്റ് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ, ഓക്കെ. അപ്പോൾ പിന്നെ ഈ ഓർമ്മശക്തി പലതും, അതുകൊണ്ടാണ് നമ്മൾ പറയണത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് വീഴുന്ന കാര്യങ്ങളൊന്നും പോകില്ല എന്നൊക്കെ പറഞ്ഞ സാധനം വെച്ചാൽ ഓർമ്മശക്തി ഏറ്റവും നിലനിൽക്കുന്ന, അതായത് ലോങ് ടൈം മെമ്മറിയാണ് ലിംബിക് സിസ്റ്റത്തിലുള്ളത്. മനസ്സിലായി? പിന്നെ പ്രതിഫലവും സംതൃപ്തിയൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. സഹാനുഭൂതിയും സാമൂഹിക ബന്ധങ്ങളും, അതായത് സഹാനുഭൂതിയും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ ഇതിനകത്താണ് കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ലക്ഷ്യം നേടാനുള്ള ഈ പ്രോസസ്സ് ലിംബിക് സിസ്റ്റം, ഇത് ഞാനൊരു വെറുതെ ലിംബിക് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ചെറിയ ഇത് കൊടുത്ത് ഞാൻ ജമയിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ്. നിങ്ങളൊക്കെ പരിശോധിച്ചോളണം. മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങൾ പക്ക പഠിച്ചു തന്നെ പോയില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ ഇമാജിനേഷൻ, ഈ ചിന്തകൾ ഒക്കെ നമ്മളെ നിറച്ചിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഇതും കൂടിയാണ്. നമ്മൾ ശൂന്യതയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മളെ ബ്രെയിനിലേക്കുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും കൂടി ശൂന്യതയെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചതുപോലെ നമ്മുടെ തലച്ചോറിനെയും ന്യൂറോണിനെയൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ തുടങ്ങണം. മനസ്സിലായില്ലേ? ഇത്രയും കാലം നമ്മൾ എത്രമാത്രം ആറാം ഇന്ദ്രിയത്തിലും അതീന്ദ്രിയ മനഃശാസ്ത്രത്തിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെയും ഈ തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ കൃത്യമായി പഠിക്കാൻ തുടങ്ങിക്കൊള്ളണം. അത് കഴിഞ്ഞതിന് ശേഷം വന്ന സംഭവമാണ് ഈ പറയുന്ന നിയോ കോർട്ടക്സ്. ഇത് സത്യത്തിൽ ഇന്ന് ഈ മനുഷ്യനായി രൂപപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം നിയോ കോർട്ടക്സ് ആണ്. മനുഷ്യ ബുദ്ധി അല്ലെങ്കിൽ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്തേ ഉള്ളൂ? നിയോ കോർട്ടക്സിൻ്റെ സവിശേഷതകളാണ് യുക്തിസഹമായ ചിന്ത. ഇന്ന് നമ്മൾ ഈ ഭാഷയും ആശയവിനിമയവും സർഗാത്മകതയും ഭാവനയും യുക്തിസഹവും അതായത് ഇന്ദ്രിയ അനുഭവങ്ങളെ ഇവർക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മളെ ശരിക്കും നമ്മൾ ഈ പറയുന്ന ബോധമനസ്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ നിയോ കോർട്ടക്സുമായി ബന്ധപ്പെട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് മനുഷ്യനുണ്ടായ ആസൂത്രണം ചെയ്യാനുള്ള കഴിവാണ് ഏറ്റവും ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നല്ല എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് യുക്തിപരമായി ചിന്തിക്കാനും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്ത് ഭാവിയിൽ പിന്നീട് തീ കണ്ടുപിടിക്കുന്നു, പല കണ്ടുപിടുത്തങ്ങളും ആശയവിനിമയം നടത്താനുള്ള അത് ഞാൻ ഇതിനകത്ത് നോട്ടിട്ടിട്ടുണ്ട്. ആശയവിനിമയം നടത്താനുള്ള
കാഴ്ചപ്പാടുകൾ മനുഷ്യൻ ഇന്ന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായെന്ന് പറയുന്നത് മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ 2 പാളികളുള്ള തലച്ചോറാണെങ്കിൽ മനുഷ്യന് 3 പാളികളുള്ള തലച്ചോറാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, തലച്ചോറുകൾക്ക് പരിണാമമല്ല സംഭവിച്ചേക്കുന്നത്. ആദ്യം ഉണ്ടായ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ബ്രെയിനിന്റെ മുകളിലൂടെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിൻ വരുന്നു. അതിന്റെ മുകളിലൂടെ കാലാന്തരത്തിൽ എന്ത് വരുന്നു, ഈ നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം വരുന്നു. എന്നാൽ ഇത് 3 രൂപപ്പെട്ട ശേഷം 3 വ്യത്യസ്തമായിട്ട് 3 സെപ്പറേറ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ന്യൂറോൺസും നരമ്പുകളുടെയും കണക്ഷൻ എന്ന് പറയുന്നത് ഇത് 3നെയും കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ, ആസൂത്രണം ഒരു പ്ലാനിലൊക്കെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന ഇതുള്ളതുകൊണ്ടാണ്. മറ്റുള്ള ജീവികളെക്കാൾ സ്നേഹമൊക്കെ നമ്മൾ കൂടുതൽ വേണമെന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ കൂട്ടിയപ്പോൾ ജീവിതത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അതിൻ്റെ കൂടെ അച്ഛനും വേണമെന്ന സിസ്റ്റമൊക്കെ മനുഷ്യൻ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എന്താണ് ഈ നേരത്തെ പറഞ്ഞ ഈ എന്താണ് നമ്മളുടെ കരുതലും നമ്മൾ എല്ലാവരും ഇഴകിച്ചേരണമെന്നും നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെ ഉള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയത് ഈ നിയോ കോർട്ടക്സിൻ്റെ പ്ലാനിങ്ങിലാണ്. എന്നിട്ട് അതിനു വേണ്ടി അപ്പോൾ ഈ നിയോ കോർട്ടക്സ് നല്ല രീതിയിലുള്ള പ്രവർത്തനം ആയപ്പോൾ നേരത്തെ പറഞ്ഞ വികാരങ്ങൾ, പട്ടിയും പൂച്ചയും തമ്മിലുള്ള വികാരങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് നമുക്ക് വികാരങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോഴും എനിക്കൊരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പുരുഷനോട് തോന്നുന്ന സ്നേഹം ആ സമയത്ത് ആ വികാരങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ഇപ്പം എൻ്റെ അമ്മയോടോ എൻ്റെ അച്ഛനോടോ ആ വികാരങ്ങൾ ഉണ്ടാവണമെങ്കിൽ എൻ്റെ അച്ഛനാണെന്ന ബോധം എൻ്റെ നിയോ കോർട്ടക്സിലും അതിനോടൊപ്പം ഈ ആ ബോധം നിയോ കോർട്ടക്സിൽ നിന്നുണ്ടാകുന്നതും ആ അച്ഛനോടുള്ള സ്നേഹം എവിടെ നിന്ന് എടുക്കുന്നതാണ്? ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ ബ്രെയിൻ പോയി എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളാം. അതായത് ഇപ്പൊ ഉദാഹരണം, എൻ്റെ അമ്മയോട് എനിക്ക് ഇപ്പോഴും സ്നേഹമുള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതായത് എൻ്റെ അമ്മയോട് സ്നേഹമില്ല, എൻ്റെ അമ്മയാണെന്ന ആ കരുതൽ. അതിൽ മനുഷ്യൻ്റെ നിയോ കോർട്ടക്സ് വന്നതോടുകൂടി അവൻ്റെ പ്ലാനുകളൊക്കെ വളരെ ആഴത്തിലായി. അപ്പോൾ അതായത് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിൻ്റോടും സ്നേഹം എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ചിറക് മുറ്റുന്നത് വരെയാണ്. അല്ലെങ്കിൽ അതിന് സ്വയം പറന്നുയരാനോ അല്ലെങ്കിൽ സ്വയം അതിജീവിക്കാനോ പോയി കഴിഞ്ഞാൽ മറ്റ് ജീവികളിൽ, ഈ നേരത്തെ പറഞ്ഞ മറ്റെല്ലാ ജീവികളിലും ആ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം തന്നെ കട്ടാവും. മനസ്സിലായോ? അവിടെ ആ പ്രോസസ്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ മാനുഷിക ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഈ ബോധതലമാണ്. അതായത് ഇപ്പോൾ പറഞ്ഞ നിയോ കോർട്ടക്സ്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയോ കോർട്ടക്സിൽ, ഈ നിയോ കോർട്ടക്സ് നമ്മളിൽ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താണ്, ഒരു അമ്മയ്ക്ക് അതേപോലെയാണെങ്കിൽ ഒരു കുഞ്ഞിന്, അതുകൊണ്ട് പറഞ്ഞിട്ട് പറയാം, ഒരു കുഞ്ഞിന് അതിൻ്റെ ആവശ്യം പാലുകൂടി അമ്മയുടെ പാല് മുറ്റുന്ന സമയത്ത് പിന്നെ അമ്മയായിട്ടുള്ള കണക്ഷൻ മറ്റ് ജീവികൾക്കില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നെ പ്രസവിച്ചതാണെന്ന ബോധവും, അതാണ് നിയോ കോർട്ടക്സിൻ്റെ പ്രത്യേകത. എന്നെ പ്രസവിച്ചതാണ്, എൻ്റെ അച്ഛൻ ആണ് എൻ്റെ അമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്നെ ജനിപ്പിക്കുന്നതിന് വേണ്ടി കാരണക്കാരനായ എൻ്റെ അച്ഛനാണെന്ന് ഉള്ള ഈ ബോധം നമുക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ എവിടെ പോവും? ഈ പറഞ്ഞ ലിംബിക് സിസ്റ്റത്തിൽ പോകും. പക്ഷെ അവർക്ക് ആ ബോധം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ബന്ധമില്ല മറ്റു ജീവികൾക്ക്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ വളർന്നു കഴിഞ്ഞാലും ലിംബിക് സിസ്റ്റത്തിലോട്ട് അത് കിടക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതാണ് പറയുന്നത്. നമുക്ക് ബോധമുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ലിംബിക് സിസ്റ്റത്തിലുണ്ടെങ്കിലേ വികാരമുള്ളൂ. അല്ലെങ്കിൽ അച്ഛനെ പറ്റിക്കാനാണ്. അതായത് ഇപ്പൊ എനിക്ക് പണം വേണം, അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നു, പല സിനിമകളിലും കാണില്ലേ, മക്കളെല്ലാം കൂടെ അല്ലെങ്കിൽ കുറെ നാളുകൊണ്ട് ഇയാൾ വീണ് കിടക്കണമല്ലോ, ഇയാൾ എന്ത് ചെയ്താൽ മതി, ഇയാൾ എങ്ങനെയും തീർന്നാലല്ലേ നമുക്ക് നമ്മുടെ കാര്യം നടക്കുള്ളൂ എന്നൊക്കെ ഇവർ ചിന്തിക്കുമ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന അതായത് നമ്മളെ പിടിച്ചണച്ച് നിർത്തിയിരുന്ന അമ്മയൊക്കെ നമ്മളെ കുഞ്ഞായിട്ടിരുന്നപ്പോഴത്തിരുന്ന ആ സ്നേഹത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് സ്വന്തം രക്ഷകർത്താക്കളെ പോലും കൊന്നിട്ട് അല്ലെങ്കിൽ അനാഥാലയത്തിൽ തള്ളിയിട്ട് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റപ്പെടാൻ തോന്നുന്നത് തന്നെ
എന്താണ് ലിംബിക് സിസ്റ്റത്തിലേക്ക് ഇവൻ്റെ ഈ പറഞ്ഞ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ എന്താണ് ഇവൻ്റെ ഈ പറയുന്ന നിയോ കോർട്ടെക്സ് ബ്രെയിൻ ചേഞ്ച് ആയിട്ടില്ല, ആവുന്നില്ല, അവിടെ ബ്ലോക്കാണ്. മനസ്സിലായോ? ഡൗട്ട് ചോദിക്കട്ടെ. ആ ഈ ലിംബിക് സിസ്റ്റത്തിലാണ് നമ്മുടെ വികാരങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ആ പക്ഷെ എന്നിട്ട് നമുക്ക് അതിന്റെ വേർതിരിച്ച് അറിയാൻ പറ്റുന്നത് രണ്ടാമത്തെ നിയോ കോർട്ടെക്സിലോട്ട് വരുമ്പോഴാണല്ലോ. ആ അല്ലേ? ആ നിയോ കോർട്ടെക്സിലാണ്. പക്ഷേ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ, അതായത് അത് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പ്രോസസ്സ് മനുഷ്യ തലച്ചോറിൽ രൂപപ്പെടുന്നത് അവിടെ അത് മനസ്സിലാവും. ഇത് മനുഷ്യന്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ മറ്റുള്ള ജീവികളുടെ പ്രത്യേകത, മനുഷ്യന്റെ ഒരു പ്രത്യേകത മനസ്സിലാവും. നിങ്ങൾ അതിന്റെ കാലഘട്ടം നോക്കിക്കൊള്ളണം. എത്രയോ നൂറ്റാണ്ടുകളുടെ എന്താണ് 10,000-കണക്കിന് നൂറ്റാണ്ട്, എനിക്ക് വർഷം ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന സെൻസ് കിട്ടുന്നില്ല. ആ നൂറ്റാണ്ടുകൾ കൊണ്ടായ ആ റെപ്റ്റീലിയൻ ബ്രെയിൻ പോലെയാണ് നമ്മൾ ഇന്നും ജനിക്കുന്ന സമയത്ത് നമ്മളെ തലച്ചോറ്. മനസ്സിലായോ? ആ സ്വഭാവമാണ്, ആ ക്യാരക്ടർ ആയിരിക്കും തലച്ചോറ്. ഈ 3 പാളിയും കൂടെയൊക്കെ തന്നെയാണ് വരുന്നതെങ്കിലും അതിലേക്ക് വേരോട്ടം, ന്യൂറോൺസുകളുടെയും എല്ലാത്തിൻ്റെയും വേരോട്ടം ദൃഢമാകുന്നത് ഈ ജനിച്ച സമയത്ത് നമ്മൾ ആദ്യത്തെ എന്താണ് റെപ്റ്റീലിയൻ ബ്രെയിൻ്റെ സ്വഭാവമാണ്. അടിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കുക, ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലായി? ഇത് ആ സമയമാകുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ആ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യം അത് ആ സമയത്ത് പറയാം. ഞാൻ ഇത് ഇപ്പോൾ പറഞ്ഞു മനസ്സിലായോ? ജനിച്ചു കഴിയുമ്പോൾ ആ ഉണ്ടാകുന്ന റെപ്റ്റീലിയൻ ബ്രെയിൻ്റെ ആ ജീവിയുടെ സ്വഭാവമാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ടീനേജിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മളിൽ എല്ലാത്തിലും അമ്മ പറയുന്നതോ അച്ഛൻ പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതിയാൽ പഠിച്ചാൽ ജയിക്കുമെന്നോ ജോലി കിട്ടുമെന്നോ ശമ്പളം കിട്ടുമെന്നോ ആ യുക്തി ഒന്നുമല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ പ്രണയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് പല വികാരങ്ങൾക്ക്, കൂട്ടുകാരോടുള്ള സ്നേഹം, ഈ വികാരങ്ങളായിരിക്കും കൂടുതലുള്ളത്. അതാണ് നമ്മൾ ടീനേജ് പ്രധാനമായിട്ടുള്ളത്. മനസ്സിലായോ? അവിടെ ആ രണ്ടാമത്തെ ടൈമിൽ അതിൻ്റെ വേരോട്ടമാണ് പറയുന്നത്. പിന്നെ നിയോ കോർട്ടെക്സ് ബ്രെയിൻ പ്രധാനമായിട്ടും ഒരു 22 ഏതെങ്കിലും വേരോട്ടമുള്ളവർക്ക് പക്വത മുമ്പേ ഉണ്ടാവുമെങ്കിലും ശരിക്കും ഇതിൻ്റെ കണക്ക് വെച്ചിട്ട് 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യം സ്ത്രീകളിലാണ് നിയോ കോർട്ടെക്സ്, എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നിയോ കോർട്ടെക്സ് അല്ലെങ്കിൽ ബോധതലം ആദ്യമായിട്ട് ദൃഢമാകുന്നത്. അത് 20-22 വയസ്സോളം കഴിയുമ്പോഴത്തേക്ക് പുരുഷന്മാരിലും അത് 2 വയസ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ തൊട്ടാണ് നമ്മൾ പക്വത ഉള്ളവരായെന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഒരു മനുഷ്യൻ്റെ ജനിച്ച് ഈ 30 ടീനേജ് യുവത്വമാകുന്നത് വരെ നൂറ്റാണ്ടുകളായി നടന്ന തലച്ചോറിൻ്റെ പരിവർത്തനം പോലുള്ള സ്വഭാവം ഇന്നും മനുഷ്യൻ കാണിക്കും. പിടിയോ? മനസ്സിലായി. ഇത് കേട്ടില്ല. വിവേകം. നിയോ കോർട്ടെക്സിൽ. മനസ്സിലായോ? വിവേകം. ഇത് നമ്മൾ പറയുന്ന, ഞാൻ പറയുന്ന, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഞാൻ പറയുന്ന ഇതിൽ തന്നെയാണ് നിയോ കോർട്ടെക്സുമായി ബന്ധപ്പെട്ട് 4 ലോബുകളുണ്ട്. മനസ്സിലല്ലേ? 4 ലോബുകളുണ്ട്. ആ 4 ലോബുകളിൽ 3 ലോബും പുറത്തുനിന്നുള്ള അറിവുകൾ അകത്തേക്ക് ലഭിക്കുന്നതിനും, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വഴി അകത്തേക്ക് ലഭിക്കുന്നതിനും അകത്ത് വെച്ചിട്ട് വർക്ക് പ്രവർത്തിപ്പിക്കുന്നതിനുമാണെങ്കിൽ 4ാമത്തെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ലോബ്, അത് നമ്മൾ 4 ലോബിനെ കുറിച്ച് പഠിക്കും. ഫ്രോണ്ടൽ ലോബിലൂടെ മാത്രമാണ് നമ്മളുടെ അകത്തേക്കുള്ള എല്ലാ വിവരങ്ങളെയും പുറത്തേക്ക് തള്ളാൻ കഴിയുക. മനസ്സിലായോ? ബാക്കി 3 ലോബുകളും ആ ലോബുകളെ കുറിച്ച് നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയെ പോകുന്ന എല്ലാം അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തോട്ട് കയറിയിട്ട് അവിടെ കിടന്ന് വർക്കും ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇത് പുറത്തേക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അവിടെ കിടന്ന് ലാസ്റ്റ് ആ ഒന്നും അവിയൽ വരെ അവ്യക്തമായി കിടക്കുന്നേ. അതുകൊണ്ട് ഫ്രോണ്ടൽ ലോബ് ഓപ്പൺ ആക്കണമെന്ന് ഞാൻ പറയുന്നത്. അവിയൽ പോലെ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ 3 ബ്രെയിൻ്റെയും മനുഷ്യ തലച്ചോറെന്ന് പറയുന്നത്. എന്താണ് ഈ 3 ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത് നോട്ട് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്ത നമ്മളൊരു സിംഹമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളും കൂടെയൊക്കെ കടന്നു പോകണം. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്ന മനുഷ്യൻ്റെ പവർ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ 3 ടൈപ്പ് തലച്ചോറും കൂടി കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴും നമുക്ക് പെട്ടെന്നൊരു വിഷയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരായാലും ശരി പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്നെങ്കിൽ നിയോ കോർട്ടക്സിന് ഒരു ബന്ധവുമില്ല. നിയോ കോർട്ടക്സിന് കുറഞ്ഞതൊരു 6 സെക്കൻഡെങ്കിലും 6-8 സെക്കൻഡെങ്കിലും കഴിഞ്ഞ് ബോധ മനസ്സ് അങ്ങോട്ട് ആക്റ്റീവ് ആവും. പെട്ടെന്ന് എടുത്തു ചാടി ആക്റ്റീവ് ഇത് കാണിക്കുന്നത് മൊത്തം നമ്മുടെ വികാരങ്ങളായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വികാരഭരിതരായി പോകുന്നത്. അവിടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലക്കിലെങ്കിലും ആ സമയത്ത് നമുക്ക് ചാർജ് പോയി അയ്യോ കാണാമോ? ഇവിടെ ചാർജ് ഒക്കെ പോയി ഞാൻ സംസാരിച്ചു. അപ്പോൾ ഓക്കെ, നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? നമ്മൾ പെട്ടെന്ന് നമുക്കൊരു പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ കളിയാക്കുകയോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിംബിക് സിസ്റ്റമാണ് അത് പോയി എടുക്കുന്നത്. ലിംബിക് സിസ്റ്റത്തിനകത്താണ് ഈ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. ഇതിനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിന് തലച്ചോറുമായിട്ടുള്ള സ്ഥാനമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവിന് എടുത്ത് കളയുക, പോസിറ്റീവിന് എടുത്ത് കളയുക, അങ്ങോട്ടെടുത്ത് കളയുക, ഇങ്ങോട്ടെടുത്ത് കളയുക എന്ന് പറയുമ്പോൾ ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ സ്വഭാവമെങ്കിലും മനസ്സിലാക്കിയാലേ നമുക്ക് ചെറിയൊരു ധാരണ ആദ്യം പിടികിട്ടും. ശരിയാണോ അല്ലേ? ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ ചില മറ്റ് സംഭവങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ ഇതേ കണക്ക് ഇതിനെ ഇത് നിങ്ങൾക്ക് എവിടെ പരിശോധിച്ചാലും കിട്ടും. പക്ഷേ നമ്മൾ അതീന്ദ്രിയ മനഃശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു മേഖലകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും മനസ്സിൽ ഇതിനകത്തുള്ള വികാരങ്ങളൊക്കെ ഉണർത്തുകയും സ്പിരിച്വലി വേറൊരു മൈൻഡിലാക്കുകയല്ലാതെ അത് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ കുറേ കാലം കാത്തിരുന്ന് കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ഒരു അറിവുള്ളൊരു കാലഘട്ടമായിരിക്കും. മനസ്സിലായി? ഞാൻ വീട്ടിൽ പോലും ഞാൻ തന്നെ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ അതും പ്രതീക്ഷിച്ചൊക്കെ നടക്കും. നമുക്ക് ഇവിടെ അതല്ല ആവശ്യം. അങ്ങനെയൊക്കെ ഒരുപാട് സെൻറ്ററുകൾ കോഴ്സുകളൊക്കെ വേറെ ഉണ്ട്. അവർക്ക് അതിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ പോയി പരിശീലനമൊക്കെ നടത്തി ഒരുപാട് മലകളിലും കൈലാസത്തിലും അല്ലെങ്കിൽ മഞ്ഞിലും ഒക്കെ പോയൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ട്. അവരിന്നൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം. തൽക്കാലം നമുക്ക് നമ്മളെ ബ്രെയിന് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ലോജിക്ക് അനുസരിച്ചും ഒരു 4 മാസം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം സഹോദരങ്ങളെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം പലരും പല സമയം ഇപ്പോൾ നമുക്ക് 14 മിനിറ്റ് അധികമാണ്. അപ്പോൾ വളരെ സന്തോഷം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഓരോ നോട്ടും വ്യക്തമായി നിങ്ങൾ എത്രമാത്രം പഠിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കുകയും നിങ്ങൾ നമ്മളുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വന്ന് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. അത് പറയണം. ഫ്രോണ്ടൽ ലോബിൻ്റെ ഞാൻ പറയുന്ന എല്ലാത്തിലും കാര്യങ്ങളുണ്ട്. സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മുടെ സയൻസ് മേഖലകളിൽ തന്നെ പഠിപ്പിക്കുന്നതിന് ഒരുപാട് ഫാൾട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും കറക്റ്റ് കണക്റ്റ് ആക്കാൻ പറ്റാത്തത്. കൽപ്പന ടീച്ചർ ഉണ്ടോ ഇതിൽ?
അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ തലച്ചോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിൻ്റെയൊക്കെ നമ്മൾ ന്യൂറോണിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും തലച്ചോറിൻ്റെ ഈ ഭാഗവും ഈ സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കണം. സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ പറയുന്ന ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ് ഒക്കെ വികാരങ്ങളുടെയൊക്കെ കേന്ദ്രം എന്നൊക്കെ പറയുന്ന എല്ലാ സംഭവങ്ങളും കിടക്കുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ്. ഇങ്ങനെയും കൂടി മനസ്സിനെ കാണാൻ പറ്റില്ലെങ്കിലും മനസ്സിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി എവിടെ നിന്നാണ് ഇളവ് വരണം നമ്മൾ അറിയണ്ടേ? അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ലോജിക്കില്ല ചിന്തിക്കേണ്ടി വരും. ഇത് സയന്റിഫിക്കലി തെളിയിച്ചാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾക്ക് വികാരങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണെന്ന് നമ്മൾ അതിൻ്റെ ഭാഷ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ വികാരങ്ങളിലാണെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ തലച്ചോറിൻ്റെ ഈ സിസ്റ്റങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഈ ലിംബിക് സിസ്റ്റവും ഇതെല്ലാം മനുഷ്യന് കാണാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് മനുഷ്യന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വികാരങ്ങളൊക്കെ കിടക്കുന്നത് ലിംബിക് സിസ്റ്റത്തിനകത്താണെന്ന് ഇവരും, അതായത് സയൻസിലെ മെഡിക്കൽ സയൻസും അല്ലെങ്കിൽ ഇതും പറയുന്നു, ബയോളജിയും പറയുന്നു, സൈക്കോളജി പറയുന്നു. സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് അകത്ത് കിടക്കുന്നത്, ലാംഗ്വേജ് ഇമാജിനേഷനും ഫീലിങ്സും ആണെങ്കിൽ എന്നാണ് മനസ്സിലായി. ബയോളജി പറയുന്നത് ഈ ഫീലിങ്സ് ഇങ്ങനെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് റെപ്റ്റീലിയൻ ബ്രെയിൻ, മനസ്സിലായില്ലേ, ഏറ്റവും നിഗൂഢമായി ഒളിച്ച് ഇന്നും മനുഷ്യന്റെ ബ്രെയിനിൽ പല കാര്യങ്ങളും കിടക്കുന്നു. പണ്ട് എപ്പോഴോ വീണ എന്തോ സാധനങ്ങൾ കിടക്കുന്നു, ഭയങ്കര ഇരുട്ടായി കിടക്കുന്നു, അല്ലെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല, തലമുറകൾക്ക് മുമ്പ് വന്നത്, അല്ലെങ്കിൽ പണ്ട് കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് കിടന്നതെന്നൊക്കെ പറയുന്നത് പലതും റെപ്റ്റീലിയൻ ബ്രെയിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ബോധ മനസ്സും ഉപബോധം മനസ്സും പറയുന്ന പോലെ അൺകോൺഷ്യസ് മൈൻഡ് അതിനകത്തുണ്ട് പരിശോധിച്ചാൽ. മനസ്സിലായോ? ഇവിടെയാണ് നമുക്ക് ലോജിക്കലി എന്തെങ്കിലും ചിന്തിച്ച് ആഴത്തിൽ പറയാൻ പറ്റുന്നത്. മറ്റത് ചുമ്മാ തലച്ചോറിനങ്ങ് ഇമാജിനേഷൻ തുറന്നങ്ങ് വിടും മക്കളെ, ചുമ്മാ അങ്ങ് പോവും. വേറോ എന്തോ പോയി അവസാനം പറയാൻ പറ്റുന്ന എന്താണ്, എവിടെ എത്താതെ വരുമ്പോൾ എന്തോ ഒരു ശക്തി വന്നിങ്ങനെ ശക്തികളൊക്കെ ഉണ്ട്, ഊർജം മൊത്തത്തിലുണ്ട്. പക്ഷേ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥത്തോളം മനസ്സിലായി. ഭാഗ്യക്കുറി അടിക്കുമെന്ന് ആഗ്രഹിച്ച് ഭാഗ്യക്കുറി എടുക്കുന്നവനും ലക്ഷ്യമുള്ള ഒരുത്തൻ ഭാഗ്യക്കുറി എടുക്കാത്തവനും തമ്മിലുള്ള തലച്ചോറിന് വ്യത്യാസമുണ്ട്. രണ്ടാണ്. ലക്ഷ്യമുള്ളവൻ അവന് ലക്ഷ്യമുണ്ട്, പക്ഷെ അവൻ ഭാഗ്യക്കുറി എടുക്കുന്നില്ല. എന്നാൽ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവർ ഞാൻ പോയ വഴിയെ കിട്ടിയില്ലെങ്കിൽ ഭാഗ്യക്കുറി ഇനി കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഭാഗ്യക്കുറി എടുക്കുന്ന ആ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും പ്രതീക്ഷകൾ വളർത്താനാണ്, അതായത് വിശ്വാസങ്ങൾ വളർത്താനാണ് അവൻ്റെ ബ്രെയിൻ അവനെ ചിന്തിപ്പിക്കുക. അവിടെ ആ സാധനമല്ല ഇവൻ എവിടെ, അതായത് ആ ചിന്ത ഇല്ലാത്തവൻ ഞാൻ എവിടെ ഇപ്പം നിൽക്കുന്നു എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവും ആ തലച്ചോറുള്ളവന്. പക്ഷെ മറ്റുള്ളതല്ല, എങ്ങോട്ടാണ് പോയെന്ന് ഒരു പിടിയില്ലാത്തവർക്ക്. ഇപ്പം നമ്മുടെ കയ്യിൽ ഐഡിയകൾ ഉണ്ടെങ്കിലേ ഏത് അവസരം കിട്ടിയാലും പിടിച്ചിരിക്കാൻ പറ്റൂ. ഏത് അവസരം കിട്ടിയാലും ഐഡിയകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നേരത്തെ നമ്മൾ പറയുന്ന പോലെ കഴിവിൻ്റെ പരമാവധിയുടെ അവസാനമാണ് മാനസിക വികാസത്തിൻ്റെ തുറക്കുന്നതെങ്കിൽ ആ സമയത്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ന്യൂറോൺസുകൾ പഴയ അറിവുകളെ കൂട്ടിച്ചേർത്ത് പുതിയ ഐഡിയാസ് തരണം, അല്ലെങ്കിൽ പുതിയ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ അന്വേഷണങ്ങൾ എപ്പോഴും ലക്ഷ്യങ്ങളിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ന്യൂറോണിലേക്കും ഇതെല്ലാം കൂടി പഠിച്ചിട്ട് നമ്മളുടെ ഭാവിയിൽ പുതിയ സാധനങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഈ അറിവുകൾ കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം 10x മൈൻഡ് പവറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന ഒരു ഇതോടുകൂടി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ വേറെ മായാജാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് പോകാം. ഒരു കാരണവശാലും ഒട്ടും ലോജിക്കില്ലാത്ത, എത്ര അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവച്ച് ഇതിനെ വേറൊരു മെത്തേഡിലുള്ള കൊണ്ടുപോകരുത്. ഇതേ കണക്കുള്ള ഇത്രയും ലോജിക്കായിട്ടുള്ള സാധനം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടാതെ പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പച്ചയായ മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക്
എവിടെയാണോ ഫാൾട്ട്, ഞാൻ പോകുന്ന റൂട്ട് എനിക്കറിയാം. നിങ്ങളെ ഓരോ നിമിഷവും നിങ്ങളെ ഇപ്പം തന്നെ മനസ്സിനെയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും കണക്ട് ചെയ്ത് എത്രമാത്രം ഞാൻ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഇതിൽ ആശയ രൂപീകരണം നടത്തുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ഈ 3-4 ചന്ദ്രവട്ടം വരെ കൊണ്ടെത്തിക്കുമ്പോൾ ഇവിടെ നിന്നില്ല അവിടെ അത്രയും സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഡെവലപ്പാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയാം. അവിടെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾ എൻ്റെ തലച്ചോറ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്ഥലത്തേക്ക് എത്തുന്നതിനകത്ത് ആ വഴി തെറ്റിക്കുന്നതിന് വേണ്ടി ഒരു നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന സാധനം, ഇപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നുന്ന സാധനം ഈ കോഴ്സ് തീർന്നവരെ എടുക്കരുത്. നമ്മളൊരു വിശ്വാസി അല്ലാതിരിക്കില്ല എന്നല്ല, ഞാനൊരു പക്കാ ഗോത്രവർഗ്ഗക്കാരനാണ്, ഞാൻ പൂർവിക ആരാധകനാണ്. എനിക്ക് എൻ്റേതായ ചാവുതുള്ളലും എൻ്റേതായ സംസ്കാരങ്ങളും എൻ്റെ കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സംസ്കാരങ്ങളുണ്ട്. ഞാൻ ഇത്രയും ക്ലാസ് എടുക്കുന്നു, ഈ ലോജിക്കൽ എടുക്കുമ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ കുലത്തിൻ്റെ ആചാരം അനുസരിച്ച് ഞാൻ എൻ്റെ കുലത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളുടെ തിയറിയിലോ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിലോ അത് ബാധിക്കരുത്. അത് ആ വഴിക്ക് വിട്ടാൽ മാത്രമേ നമുക്ക് എവിടെയും സക്സസ് ആയി നിൽക്കാൻ പറ്റൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, sir. 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 ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. താങ്ക് യു. Thank you, sir. ഓക്കെ, താങ്ക് യു.